ക്രിസ്തുവിൻ്റെ സുവിശേഷം വളരെ വ്യത്യസ്തമാണ്. നമുക്കറിയാം, മറ്റെല്ലാ മതങ്ങളിൽ നിന്നും മറ്റെല്ലാ തത്വചിന്തകളിൽ നിന്നെല്ലാം വ്യത്യാസമാണ്. കാരണം ഇതൊരു വ്യക്തിയെ സംബന്ധിക്കുന്നതാണ്. ക്രിസ്തു എന്ന ആ ഒരൊറ്റ വ്യക്തിയെ സംബന്ധിക്കുന്നതാണ്. ദൈവമായിരിക്കെ മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിൽ വന്ന് നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ് നമുക്ക് ഇനിയും വരുവാൻ നാം ക്ഷമയോടെ കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം. ഞാൻ ഈ ക്ഷമയോടെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു തടസ്സം എൻ്റെ ഉള്ളിലുണ്ടായി. അത്രയൊക്കെ കാത്തിരിപ്പുണ്ടോ എന്നൊരു സംശയം. അത് നിങ്ങളെക്കുറിച്ചല്ല, ഇന്നത്തെ നമ്മുടെ വിശ്വാസ സമൂഹത്തെക്കുറിച്ചാണ്. ഇന്ന് ഈ സമൂഹത്തിൽ ഈ കർത്താവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് വളരെ കുറവാണ്. നമുക്ക് അങ്ങനൊരു ചിന്തയില്ല. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഈ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ വിടുതലിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് അടുത്ത വർഷം നടക്കുമോ, അതിനടുത്ത വർഷം നടക്കുമോ, നമ്മുടെ പിള്ളേരുടെ ഗതി എന്താവും, അവർ നല്ല ജോലി കിട്ടുമോ, അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുമോ, അവരെന്നെ പോലെ കഷ്ടപ്പെടുമോ. അപ്പോൾ അതൊക്കെ ഒരു 25 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആകുലതകളാണ് നമ്മുടെ ഹൃദയത്തിൽ. അപ്പോൾ അതിനിടയിലൊന്നും കർത്താവ് വരും എന്നുള്ളൊരു ചിന്തയൊന്നും നമുക്കങ്ങനെ ഇല്ല. എവിടെയെങ്കിലും ഒരു വീട് വെച്ചൊന്ന് സെറ്റിലാവണം, നമുക്കിന്ന് സെറ്റിൽമെൻറ്റ് എന്നുള്ളൊരു വിഷയത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഇന്നലെ ഞാൻ പരസ്യയോഗത്തിൽ സംസാരിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വീണ്ടും ജനനത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. സാധാരണഗതിയിൽ ചർച്ചിൽ അത് പറയാൻ പാടില്ലെങ്കിലും, ചർച്ചിൽ അത് പറയാൻ പാടില്ലെന്നല്ല, ചർച്ചിൽ അത് പറയേണ്ടതാണെങ്കിലും അതിനകത്തു നിന്നുള്ള ചില ചിന്തകൾ കൂടെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വെച്ച് 3-ാം അധ്യായത്തിൽ കർത്താവ് നിക്കോദമോസിനോട് സംസാരിക്കുമ്പോൾ പറയുന്നത്, നീ ഒന്നും കൂടെ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ലെന്ന്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ അവിടെ പരസ്യമായിട്ട് വിശദീകരിച്ചില്ല. അത് വിശദീകരിക്കാൻ എളുപ്പമായിരുന്നില്ല. എന്നാൽ അതിൻ്റെ കാരണം പറയുന്നത്, ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാണ്, ഈ ജഡരക്തങ്ങൾക്കൊരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ നിക്കോദമോസ് ചോദിക്കാൻ, ഞാൻ ഇനി ഒന്നും കൂടെ അമ്മയുടെ വയറ്റിൽ കിടന്ന് ജനിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, വെള്ളത്താലും ആത്മാവിനാലുമാണ് ജനിക്കേണ്ടത്. ഈ വെള്ളത്താലും ആത്മാവിനാലും എങ്ങനെയാണ് ജനിക്കുന്നത്? വെള്ളത്താലും ആത്മാവിനാലും എങ്ങനെയാണ് ജനിക്കുന്നത് എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് വെള്ളം എന്താണെന്ന് കർത്താവ് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ അതിൻ്റെ അടുത്ത വാക്യം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നീ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറയുകയിൽ നീ ആശ്ചര്യപ്പെടരുത്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അത് എവിടെ നിന്ന് വരുന്നത് എങ്ങോട്ട് പോകുന്നതെന്നും നിങ്ങൾ അറിയുന്നില്ല. ആത്മാവിൽ ജനിച്ചവനെല്ലാം ആ പ്രകാരമാകുന്നു. അപ്പോൾ ആത്മാവിൽ ജനിച്ചവരുടെ പ്രത്യേകത എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഒരു കാറ്റ് പോലെയാണ്. അപ്പോൾ കാറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അത് എവിടെ നിന്ന് വരുന്നതെന്ന് എങ്ങോട്ട് പോകുന്നതെന്നും ആർക്കും അറിയത്തില്ല. എന്നാൽ നമ്മൾ ഈ ആത്മാവിൽ ജനിച്ചവർ നമ്മൾ പറയുന്നത്, നമ്മൾ കാറ്റ് പോലെ ആകാനല്ല പരിശ്രമിക്കുന്നത്, കല്ല് പോലെ ആകാനാണ് പരിശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി അവസാനിക്കുന്ന അറിയാൻ വയ്യ. ചിലപ്പോൾ റോഡിൽ അടി കൊണ്ട് മരിക്കും, ചിലപ്പം വീട്ടിൽ കിടന്ന് മരിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മൾ കാറ്റ് പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കല്ല് പോലെ ആകണം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് സെറ്റിലാവണം. അത് നമ്മുടെ മുഴുവൻ തലമുറകളെയും, അത് ശുശ്രൂഷകരെയും ബാക്കി തലമുറകളെല്ലാം ബാധിച്ചിട്ടുള്ളൊരു പ്രശ്നമാണ്. കാറ്റ് പോലെ ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. എങ്ങാനും കാറ്റുപോലെ ആയിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഭയപ്പെടുക. അപ്പോൾ നമ്മൾ വീണ്ടും ജനനത്തിന് നേരെ എതിരെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും പോയി സെറ്റിലാകണം. ഈ സെറ്റിലാവെന്ന് പറഞ്ഞാൽ കല്ല് പോലെ, പിന്നെ അവിടെ നിന്ന് മാറുകയല്ല. അത് നമ്മളിങ്ങനെ ഒരു ചാരുകസേരയിലിരുന്ന് അത് നമ്മൾ പഴയതൊക്കെ അയവിറക്കി. അപ്പോൾ അങ്ങനെയുള്ളൊരു അപ്പം കൊച്ചുമക്കൾ അവർക്ക് രോഗങ്ങളൊന്നുമില്ല. അതാണല്ലോ ഈ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. അവർ ചിന്തിക്കുന്നതനുസരിച്ച് അടുത്ത കാലത്ത് എങ്ങും ഒരു പ്രശ്നം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നമ്മൾ പറയുന്നതനുസരിച്ച് ഇങ്ങനെ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ ഇതോടെ തീർന്നു, ഇതോടെ ദൈവം വിടുവിച്ചു, ഇനി അടുത്ത വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കും. അപ്പോൾ ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചിന്ത അടുത്ത കാലത്തെങ്ങും ഈ ലോകം തീരെയല്ല, ഇത് നന്നായി വരുവാണ് അല്ലേ. നമ്മൾ പ്രാർത്ഥിച്ച് ഈ കൺവെൻഷൻസും ക്രൂസൈഡുകളൊക്കെ നടത്തി അടുത്ത വർഷം നന്നാവും, അടുത്ത വർഷം നന്നാവുന്നുള്ള കേൾക്കും. നമുക്ക് ചിന്ത എന്താ? ഓരോ വർഷം ചെല്ലുന്തോറും നന്നായി ഭൂമി വരുവാണ്. പിന്നെ നമ്മൾ പോകേണ്ട യാതൊരു കാര്യമില്ല. എന്തിനെതിരിട്ട് പോകുന്നത്? അപ്പോൾ അങ്ങനെ പതുക്കെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിശ്വാസ സമൂഹത്തിൽ പ്രത്യാശ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതായിപ്പോയി. പ്രത്യാശ എന്ന് പറയുന്ന ഒരു കാര്യം അത് ഡിസപ്പിയർ ചെയ്തു, ഇല്ലാതായി. ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങനെയൊന്നുമില്ല, നമുക്കെല്ലാം പ്രത്യാശ. ഈ പ്രത്യാശ മരിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ആരെങ്കിലും മരിക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയും, ഇപ്പോൾ അവർ ദൂതന്മാരുടെ മധ്യത്തിൽ അങ്ങനെ എന്നൊക്കെ പറയും, കർത്താവിൻ്റെ അടുത്ത് ചേർക്കപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ പറയും. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവർ സ്വർഗത്തിൽ പോകും നമുക്ക് ഉറപ്പില്ല, അവർ പോകുന്നുള്ളതല്ല, നമ്മൾ പോകുമെന്നുള്ള കാര്യം പോലും നമുക്ക് ഉറപ്പില്ല.
അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പാസ്റ്റർമാരും കുടുംബങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളതെന്ന് തോന്നുന്നു. വസ്ത്രമൊക്കെ കണ്ടിട്ട് എൻ്റെ വസ്ത്രം കണ്ടൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും പാസ്റ്റർമാരും കുടുംബമാണ് ഇവിടെ കൂടുതലുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിലൊന്നും ഒരു ആന്തലുണ്ടാവും, ആയിരിക്കുമോ എന്നൊരു ചിന്ത ഉണ്ടാകും. കാരണം ആ ഒരു പ്രത്യാശ ഈ അന്ത്യകാലത്ത് എടുത്തു മാറ്റപ്പെട്ടു ഞാൻ പറയുമ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനത് സാധാരണ ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ പാട്ടുകളിൽ അത് മനസ്സിലാവും. നമ്മുടെ പഴയ പാട്ടുകളിലെല്ലാം ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് പ്രത്യാശ ഇല്ലാതെ ആരും പാട്ട് എഴുതാറില്ല. ഇപ്പോൾ പാട്ട് എഴുതാനിരിക്കുകയാണെങ്കിൽ പ്രത്യാശ സംബന്ധിച്ച് എഴുതുന്നത്. മിക്കവാറും അന്നത്തെ പാട്ട് പുസ്തകങ്ങളെല്ലാം മുകളിൽ എഴുതുന്ന പ്രത്യാശാ ഗാനങ്ങൾ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പ്രത്യാശാ ഗാനങ്ങൾ? അപ്പോൾ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് പാട്ടുകൾ എഴുതുന്ന മൊത്തം. എല്ലാ പാട്ടിലും പോപ്പുലർ പാട്ട് നമ്മൾ റോഡിലൂടെയൊക്കെ പാടിക്കൊണ്ട് നടക്കുന്ന ചുമ്മാ പാടുന്ന വീട്ടിലെ പിള്ളേരൊക്കെ കൂടി നിന്ന് പാടുന്ന പാട്ടുകളെല്ലാം പ്രത്യാശാ ഗാനങ്ങളായിരുന്നു. ആരാധനാഗീതങ്ങൾ മാത്രമല്ല, ആരാധനാഗീതങ്ങൾ ആരാധനയാണ്. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ, രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, അതുപോലെ സിയോൻ യാത്ര ചെയ്തിൽ മനമേ ഭയമൊന്നും വേണ്ട. പിന്നെന്താ അന്നത്തെ പാട്ടുകൾ? മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും, എൻ കണ്ണുനീർ തുടച്ചിടുവാൻ, കൺകൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടും നാഥാ നിൻ വരവിനായി. ഞാൻ രക്ഷിക്കപ്പെട്ട് 94 ശേഷം ഒരൊറ്റ പ്രത്യാശാഗാനം പോലും ആരും എഴുതിയിട്ടില്ല. ഇന്ന് 28 വർഷമായി. 28 വർഷമായിട്ട് ഇപ്പോൾ പാട്ട് എഴുതുന്നൊന്നും പ്രത്യാശയല്ല. അങ്ങനെ എഴുതി ആരും പാടുകയില്ല. കാരണം അങ്ങനൊരു തിടുക്കം ആരുടെയും ഹൃദയത്തിലില്ല. അതുകൊണ്ട് തന്നെ ഇന്നൊരു പ്രത്യാശാഗാനം എഴുതാന്ന് പറയുന്ന പോലും നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ എഴുതുന്ന പാട്ടുകൾ, ഈ കാലഘട്ടത്തിൽ എഴുതുന്ന പാട്ടുകളൊക്കെ നമ്മുടെ ലോക സംബന്ധമായ, എൻ്റെ വീട്ടിൽ ആഹാരം കുറയൂല, ഞാൻ അധ്വാനിക്കുന്നത് ഞാൻ തന്നെ തിന്നും, അതുപോലെ എൻ്റെ പുരയ്ക്കകത്ത് നീ വരാൻ ഞാൻ യോഗ്യനല്ല. എൻ്റെ അപ്പൻ്റെ കാലത്ത് പുരയ്ക്കകത്ത് കയറ്റിയല്ലായിരുന്നു, അല്ല ഹൃദയത്തിനകത്തോട്ട് കയറ്റിയല്ലായിരുന്നെങ്കിലും വീടിനകത്ത് കയറ്റുമായിരുന്നു. ഈ വീടിൻ്റെ നായകൻ എന്നൊക്കെ എഴുതി വയ്ക്കുമായിരുന്നു. പക്ഷേ മക്കളുടെ കാലമായപ്പോഴേക്കും വീടിനകത്ത് പോലും വരണ്ട, ദൂരെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നാൽ ഞങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം. വന്നു കഴിഞ്ഞാൽ ആകെ അലങ്കോലമാണ്, ഞങ്ങൾക്ക് നിന്നെ കയറ്റി ഇരുത്താനുള്ളൊരു സാഹചര്യമല്ല. ഞങ്ങൾ ഉപജീവന ചിന്തകളിലൊക്കെ കലങ്ങി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നീ ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ ഞങ്ങൾക്ക് കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്, ദൂരെ നിന്ന് എന്തെങ്കിലും ചെയ്തിട്ട് പൊക്കോന്ന് വരെ ആയി. ഇതാണ് എഴുതി പോയ പോക്ക്. ഒരു കൺവെൻഷനെ ചെന്നപ്പോൾ ഞാൻ ഈ പാട്ട് അവർ പാടി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇത് പാടരുത്, ഈ പാട്ട് ശരിയല്ല, ഇത് വിശ്വാസി പാടരുത്, ഇത് അവിശ്വാസികളാണ് പറയേണ്ടത്. അപ്പോൾ കർത്താവ് അതിനപ്പുറത്തുള്ള വിശ്വാസം കൊടുത്തവരെ സഹായിക്കണം. അപ്പോൾ അവരെല്ലാവരും കേട്ടു. പിറ്റേ കൺവെൻഷൻ്റെ പിറ്റേ ദിവസം, രണ്ടാമത്തെ ദിവസം ഇത് തന്നെ അവർ പാടി. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇത് എന്നെ മനഃപൂർവ്വം ഞാൻ പറഞ്ഞതിന് എതിർത്ത്. പക്ഷെ അതൊന്നും അല്ല, അവർക്കിതൊന്നും പറഞ്ഞാൽ ഗ്രഹിക്കാനൊന്നും പറ്റുന്നില്ല, ഇത് ഓർമ്മയിൽ നിൽക്കുന്നുമില്ല. കാരണം ഇതൊന്നും വലിയ കാര്യമല്ല. പ്രസംഗ സമയത്ത് ഇഷ്ടപ്പെട്ടെന്നുള്ളല്ലാതെ ഈ വാക്യമൊന്നും ആരും എടുത്തുകൊണ്ട് നടക്കുന്നൊന്നുമില്ല. അപ്പോൾ അത് എനിക്ക് അങ്ങനെ അങ്ങ് ആശ്വസിച്ചു ഞാൻ. എന്നാൽ പോലും പിന്നെ അത് തന്നെ, കാരണം ഇവർക്ക് ഒരു ജ്ഞാനവും ഇക്കാര്യത്തിൽ എന്താ ഞാൻ പാടുന്നതെന്ന് പോലും ആർക്കും ഒരു നിശ്ചയമില്ലാത്തൊരവസ്ഥയാണ്. ട്യൂൺ ശരിയായ പാടിയേക്കാം. പണ്ട് കാലത്ത് പാട്ട് പാടുന്നവർ ഒക്കെ ഭയങ്കര ഈ ഭക്തന്മാരാണ് പാടിക്കൊണ്ടിരുന്നത്, അനുഭവങ്ങളിൽ നിന്നാണ് പാടി. ഇന്ന് ആരാ പാടുന്നത്? ഇന്ന് മുഴുവൻ വർഷിപ്പ് ലീഡേഴ്സ് അത് പാടുന്നത്, എഴുതുന്നതും. പാട്ടെഴുതുന്ന മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അവരെല്ലാം പാട്ടുകാരാണ്. വർഷിപ്പ് ലീഡേഴ്സ് ഇൻസ്ട്രുമെൻറ്റ്സ് അറിയാവുന്നവരൊക്കെയാണ്. അവർ ട്യൂണിന് വേണ്ടിയാണ്. ട്യൂൺ ഒത്തില്ലെങ്കിൽ അവർ എന്നേലൊക്കെ എഴുതി വയ്ക്കും, ആ ട്യൂൺ ഒക്കാൻ വേണ്ടി. പക്ഷേ പണ്ട് കാലത്ത് അങ്ങനെയല്ല. പണ്ട് കാലത്ത് ഉള്ള പാട്ടുകൾക്കകത്തെല്ലാം ഭയങ്കര തിയോളജിയാണ്, ഭയങ്കര വേദശാസ്ത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പാട്ട്, യുസ്തുസ് യോസഫ് എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ പാട്ട്, വിദ്വാൻകുട്ടി എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം പിന്നെ വഴിതെറ്റിപ്പോയി, പ്രവചനത്താൽ വഴിതെറ്റിപ്പോയി. എന്നാൽ പോലും അദ്ദേഹം എഴുതിയൊരു പാട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടപ്പോൾ, ദേവനന്ദനൻ കുരിശെടുത്തു പോവത് കാൺമീൻ പ്രിയരെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത്രയും ക്രൂശിനെ കുറിച്ചൊരു പാട്ട് പാടാൻ ഇന്ന് ആരെ കൊണ്ടും പറ്റില്ല. അതൊരു ഉണർവിൻ്റെ കാലമായിരുന്നു. അതുകൊണ്ട് തിയോളജി വേണ്ട, ബൈബിൾ കോളേജ് വേണ്ട, ഇത്രയും പ്രസംഗങ്ങൾ വേണ്ട. അതല്ലാതെ തന്നെ എല്ലാവരുടെയും ഹൃദയത്തിൽ കർത്താവ് വരാറായി എന്നൊരു പ്രത്യാശയുടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഞരക്കം ഉണ്ടായിരുന്നു. അതിനകത്ത് ആ പാട്ടിലെ ഒരു വരി ഇങ്ങനെയുണ്ട്: എത്ര കനിവുള്ള കർത്താവേ, ഈ ചത്ത ചെല്ലാം പാവിയായ എൻ്റെ മേൽ ഇത്രയും സ്നേഹം നിനക്ക് എങ്ങനെയാണ് ഉണ്ടായത്? അങ്ങനെ ആ പാട്ട് ഭയങ്കര സ്ട്രോങ് വരികളാണ്.
അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, അങ്ങനെയൊന്നും ഇന്ന് എഴുതാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് ഒരു വിശുദ്ധനും പറയല. അവരെല്ലാം പറയുന്നത് കർത്താവിൻ്റെ സന്നിധി ഞാൻ എന്തൊക്കെയോ ചെയ്തു, 10% കൊടുത്തു, അങ്ങനെ കൊടുത്തു, ഇങ്ങനെ കൊടുത്തില്ല, അനുഗ്രഹം എന്തിനാണെന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പാടുന്നത്. എന്തു ഞാൻ പകരം നൽകും? ആർക്കാ? കർത്താവിന്. എന്തിനാ? എന്നെ രക്ഷിച്ചതിന്. അപ്പോൾ ആലോചിക്കുക, എന്താ അഹങ്കാരമാണ്. കർത്താവ് എന്നെ രക്ഷിച്ചതിന് ഞാൻ എഴുന്നേറ്റ് ചോദിക്കുക, ഞാൻ എന്ത് പകരം തരേണ്ടതിന്? കർത്താവ് എന്ത് പറയും? 1000 പാട്ട് പാടിക്കോളാൻ പറയും. ഇനി 1000 പാട്ട് പാട്. ഇന്നത്തെ കണക്കിന് ഒരു പാട്ട് പാടുന്ന സഹിക്കാൻ പറ്റത്തില്ല, അന്നേരമാണ് 1000 പാട്ട്. അതുപോലെ ദേശമെങ്ങും ഞാൻ സുവിശേഷമായിട്ട് പോകുന്നു. പാലക്കാട് പോലും സുവിശേഷം പറയാൻ പോകുന്നില്ല, അന്നേരമാണ് ദേശമെങ്ങും ചുമ്മാ തട്ടി വിടുക ഇതിനകത്തൊന്നും. അതുപോലെ കണ്ടാലും ആളറിയില്ല, അതിനകത്ത് എഴുതിയ. ഞാനത് ആദ്യം പാടി നോക്കിയപ്പോൾ ഓർത്ത് കർത്താവിനെ കുറിച്ച് ഓർത്ത് കരയാൻ വേണ്ടിയാണ്. നമ്മുടെ എല്ലാം പരിപാടി അതിന്. കർത്തൃമേശയുടെ സമയത്ത് കർത്താവിനെ ഓർത്ത് കരയാണ് നമ്മുടെ മെയിൻ പരിപാടി. കർത്താവ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി ദയവായിട്ട് കരയരുത്, നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ ഓർത്ത് കരഞ്ഞാൽ മതി എന്ന് കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞു. കാരണം തേജസ്സോടെ സ്വർഗത്തിലിരിക്കുന്ന കർത്താവിനെ ഓർത്ത് നമ്മൾ കരഞ്ഞിട്ട് എന്താ കാര്യം? കർത്താവ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. പക്ഷേ ഈ കർത്തൃമേശ ആ സമയത്ത് കരയാതെ ഒരു രക്ഷയില്ല. അത് നമ്മളെ ഓർത്താണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് കർത്താവിനെ ഓർത്ത് കരയാൻ വേണ്ടി എഴുതിയൊരു പാട്ടാണ്. എന്തേലാട്ടെ, നല്ല കാര്യം. പക്ഷെ അതിനകത്തൊരു വരിയുണ്ട്, അതാണ് പ്രശ്നം. ഇത്രയും കണ്ടാലോ ആളറിയില്ലാത്ത പോലെ ഉഴുതപ്പെട്ട ആ ശരീരം അങ്ങനെ ആകുന്ന എന്തുകൊണ്ടാണെന്നറിയോ? എന്നെ മാന്യനാക്കാനാണ്. അവിടെ ഒരു കൊളുത്തുണ്ട്. അതെന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിത് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം നാഗൽ സാഹിബിൻ്റെ ഒരു പാട്ട് എനിക്കൊരാൾ അയച്ചു തന്നു. ഇന്നലെ ഇത് ലിറിക്സ് അത് ഞാൻ വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല, ഈ പാട്ട് എല്ലാവർക്കും അയച്ചു കൊടുത്താൽ മതി. ഞാൻ ഈ 3 വർഷമായിട്ട് പ്രസംഗിച്ച കാര്യങ്ങൾ എല്ലാം അതുപോലെ ആ പാട്ടിനകത്തുണ്ട്. ആ പാട്ട് നമ്മളെ ഞെട്ടിച്ച് കളയുന്നൊരു പാട്ടാണ്. ഞാനത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അയച്ചു തരാം, എൻ്റെ ട്യൂൺ സഹിതം. നിങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് അത് പോവുകയാണെങ്കിൽ അത് കേൾക്കാം. നിങ്ങളാരും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ പ്രസംഗിക്കേണ്ട കാര്യമില്ല. കാരണം എന്നോട് പലരും ചോദിക്കാറുണ്ട്, എവിടെ നിന്നാണ് ഈ പ്രസംഗിക്കുന്നത്, ഏതെങ്കിലും പുസ്തകത്തിലാണ്? ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈ പ്രത്യാശയിൽ ജീവിച്ചു മരിച്ചു. അവർക്ക് ഈ ലോകം അന്യമായിരുന്നു, അവർക്ക് ഈ ലോകം വേണ്ട എന്നവർ തീരുമാനിച്ചു. അത് പഴയ നിയമം തൊട്ടേ അതങ്ങനെയായിരുന്നു. പഴയ നിയമം തൊട്ടേ പൂർവികരെ ഈ ലോകം അന്യമെന്ന് കരുതിയവർ മാത്രമേ കർത്താവിൻ്റെ വിശുദ്ധന്മാരായിട്ടുള്ളൂ. ഹാബേൽ ആദ്യ യാഗം കഴിച്ച് അപ്പം തന്നെ മരിച്ചുപോയി, അല്ലേ? ഒരു പ്രയോജനം ഉണ്ടായില്ല, അല്ലേ? പഴയ നിയമത്തിലെ സ്ഥിതി അത് തന്നെയായിരുന്നു. പഴയ നിയമത്തിലെ മോശെ കനാൻ ദേശത്ത് എത്തിയില്ല, അവനൊരു നല്ല ബറിയൽ പോലും കിട്ടിയില്ല, ആരും നല്ലതുപോലും പറയാനുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വന്ന ശിഷ്യന്മാർ പ്രവാചകന്മാർ ആരെങ്കിലും സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് മരിച്ചോ? ഇല്ല, എവിടെയൊക്കെയോ കല്ലേറ് കൊണ്ട് മരിക്കുമായിരുന്നു. പിന്നെ ആർക്കാണ് കുറച്ച് അനുഗ്രഹങ്ങൾ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാക്കന്മാരായി വന്നവർ കുറച്ച് നാൾ സന്തോഷിച്ചു. പ്രവാചകന്മാരെന്ന് പറഞ്ഞവർ കൂടുപാട് അടിയും കൊലപാതകവും, അടിയും തല്ലും നിന്ദയും ഉപേക്ഷണമായിരുന്നു. സത്യം പറഞ്ഞാൽ കർത്താവിൻ്റെ നാമം ആരുടെ മേലുണ്ടായിരുന്നോ അവർക്കൊന്നും അന്വേഷിക്കാൻ ഒരു നാടോ കൈകളാൽ തീർത്ത ഒരു ഭവനമോ ഒരു നിലനിൽക്കുന്ന ഒരു നഗരമോ ആ പഴയ നിയമത്തിലും ആർക്കും ഉണ്ടായിരുന്നില്ല, പുതിയ നിയമത്തിലും ആർക്കും ഇല്ല. അതിനാണ് ഈ കാറ്റെന്ന് പറയുന്നത്. കാറ്റുപോലെ, ഈ കാറ്റ് പോലെയാണെന്നുള്ള ഞാൻ വചനത്തിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഈ കാറ്റ് എങ്ങനെ എനിക്ക് മനസ്സിലായെന്നുള്ളതിന് ഞാനൊരു ചെറിയൊരു ഇല്ലസ്ട്രേഷൻ പറയാം. എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം കഴിക്കണം. അതായത് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒന്നും വാങ്ങിക്കാൻ പാടില്ല, അസറ്റോ ഒന്നുമില്ലാതെ കല്യാണം കഴിക്കുന്ന എനിക്ക് ആഗ്രഹമായിരുന്നു. അപ്പോൾ കർത്താവ് എന്നെ നടത്തിയതും ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ കല്യാണം ഒക്കെ ഫിക്സ് ആയി കഴിഞ്ഞപ്പോൾ ഒരു കാരണവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ മണ്ട, ഇങ്ങനത്തെ മണ്ടത്തരമൊന്നും കാണിക്കരുത്, ഇപ്പം മേടിക്കാവുന്ന മേടിച്ചോ, കാരണം പിന്നെ നിനക്കൊരു പ്രയാസം ഉണ്ടായാലോ ഒരൊറ്റ ഒരുത്തൻ നിന്നെ സഹായിക്കാനുണ്ടാവില്ല. അപ്പം മേടിക്കേണ്ടപ്പോൾ മേടിക്കണം, ശരിയല്ലേ? പിന്നെ വയ്യാന്ന് പറഞ്ഞവരാരെങ്കിലും ഇത്രയും തന്നില്ലോ ഒന്നും തന്നില്ലോ എന്ന് പറഞ്ഞിട്ട് വരുമോ? വരില്ല. അപ്പം എന്നിട്ട് പിള്ളേരോട് പറഞ്ഞു, 40-45 വയസ്സാകുമ്പോൾ നിൻ്റെ ഭാര്യ തന്നെ നിന്നോട് പറയും, കിട്ടാവുന്നു മേടിച്ചുകൊണ്ട് പോന്നായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നോ അച്ചായാന്ന് അന്ന് നിങ്ങളുടെ ഭാര്യ തന്നെ നിങ്ങളോട് ചോദിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിയുടെ വിഷമം അതായിരുന്നില്ല. പുള്ളിയുടെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു 10 ലക്ഷം രൂപ കിട്ടിയാൽ 5 ലക്ഷം രൂപ കിട്ടിയാൽ അതിലൊരു 50,000 രൂപ പുള്ളിക്ക് മേടിക്കാമായിരുന്നു. ഒന്നുമില്ലാതെ കല്യാണം കഴിച്ചാലുള്ള പ്രശ്നം എന്താ? നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ശരിയാ, മനസ്സിലായോ?
അപ്പോൾ സഭയിൽ ധനമുള്ളവരുടെ കല്യാണം നടന്നു കഴിഞ്ഞാൽ എന്താ ഗുണം? ഇവിടെ 10, അവിടെ 10%. അതേസമയത്ത് പാവപ്പെട്ടവരുടെ കല്യാണം നടന്നാലും നമ്മൾ പിരിവെടുത്ത് അങ്ങോട്ട്. അപ്പൊ സ്ത്രീധനം വേണോ വേണ്ടയോ? വേണ്ടണം. ഓക്കെ. അപ്പോൾ ഞാൻ ഈ കുറേ നാൾ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞ്, ഒരു 42 വയസ്സായപ്പോൾ, അതെപ്പോഴാണെന്ന് ഞാൻ പറയുന്നില്ല, അപ്പം നിങ്ങൾക്ക് എൻ്റെ പ്രായം കണക്ക് കൂട്ടാണ്. 42 വയസ്സായപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, കർത്താവേ, അന്ന് ആ മനുഷ്യൻ 45-ാം വയസ്സിൽ ദുരിതമായിരിക്കും എന്നാണല്ലോ പറഞ്ഞത്. അപ്പം എന്താ അവസ്ഥ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് അവരെ 40 വയസ്സെന്ന് പറഞ്ഞതെന്ന് ആലോചിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായി 45 വയസ്സിൻ്റെ പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? അപ്പോഴാണ് നമ്മുടെ പിള്ളേർ ഹയർ സ്റ്റഡീസിന് പ്രായമാകുന്നത്. അപ്പോഴാണ് പെൺപിള്ളേരുടെ കല്യാണത്തെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ ഒരു ടൈമാകുന്നത്. അപ്പോഴാണ് പിള്ളേർ ചോദിക്കുന്നത്, അപ്പൻ്റെ കയ്യിൽ ഒന്നും ഇല്ലേ എന്ന്. അതുവരെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ പിള്ളേർക്ക് അത് അറിയാൻ മേല, അവർ സാധാരണ ചിലവുകളൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് മുമ്പ് അവർ പറയും, എനിക്കത് പഠിക്കാൻ അവിടെ പോകണം, അപ്പൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോഴാണ് ഈ വിറ്റാമിൻ എമ്മിൻ്റെ അതിഭയങ്കരമായ ഡെഫിഷ്യൻസി നമുക്കുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് പരിഹരിക്കാൻ ഇനി അടുത്ത പരിപാടി. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കാറ്റ് പോലെ വീശി ഇത് മതിയെന്ന് തീരുമാനിക്കും. ആയകാലത്ത് അധ്വാനിച്ചതിൻ്റെ ഫലമൊക്കെ ദൈവം തന്നോളും. ഇനി സെറ്റിലായില്ലെങ്കിൽ പിള്ളേർ നമ്മളെ പഞ്ഞിക്കിടും. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു നല്ല ചർച്ച് സംഘടിപ്പിച്ച് സമ്പാദിച്ച് ഒരു വീട് വെക്കണം. ഇനിയൊരു വീടിനായി പ്രാർത്ഥിക്കാം. ഇങ്ങനെയാണ് നമ്മളെല്ലാം തകർന്നു പോകുന്നത്. ഒരു പ്രശ്നമേ ഉള്ളൂ. എബ്രായലേഖനത്തിൽ ആ പ്രശ്നം എടുത്തു പറയുന്നുണ്ട്. ഈ പണി നമ്മൾ ചെയ്ത് കഴിയുമ്പം നമ്മൾ പിന്നെ കാറ്റുപോലെ അല്ല. പിന്നെ നമുക്ക് എന്ത് സംഭവിക്കുന്നറിയോ? നമുക്ക് പിന്നെ ആകെ ഒരു പ്രസംഗം കാണുള്ളൂ. ഇന്ന് പെന്തക്കോസ്തിൽ മുഴുവൻ ആകെ ഒരു പ്രസംഗമുള്ളൂ. ആ പ്രസംഗം എന്താന്ന് പറയുന്നവർക്ക് പ്രത്യേകിച്ചൊന്നും തരാനില്ല, വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം, ഇത് മാത്രം. അത് ദാനിയേലിൻ്റെ കഥ എടുത്താലും, 3 യുവാക്കന്മാരുടെ കഥ എടുത്താലും, ദാവീദിൻ്റെ കഥ എടുത്താലും, മോശയുടെ കഥ എടുത്താലും, രക്തസ്രാവക്കാരി സ്ത്രീയുടെ കഥ. ആകെ പുതിയ നിയമം പ്രസംഗിക്കുന്നതന്നെ രക്തസ്രാവക്കാരിയുടെ സ്ത്രീയുടെ കഥ പറയാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ സുന്ദരൻ എന്ന ഗോപുരത്തിൻ്റെ പടിവാതിലിരുന്ന് ഈ കഥകൾ പറയാൻ വേണ്ടി മാത്രമാണ് പുതിയ നിയമം എടുക്കുന്നത്. ഒരൊറ്റ വിഷയമുള്ളൂ, ഇവരുടെ എല്ലാം പ്രശ്നങ്ങളിൽ ഇറങ്ങി വന്ന ദൈവം നമ്മുടെ പ്രശ്നങ്ങളിൽ ഇറങ്ങി വരും. ഈ വരുമെന്നല്ല, അത് എപ്പോൾ വരുമെന്ന് നമുക്ക് പോലും അറിയാൻ മേല. മിക്കവാറും അടുത്തൊന്നും വരുന്നതായിട്ട് കാണുന്നുമില്ല. ശരിയാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും കർത്താവ് ഇറങ്ങി വന്ന് നമ്മളെ അങ്ങനെ വിടുവിക്കുന്നതായിട്ടും കാണുന്നില്ല. അപ്പോൾ പിള്ളേർ വളർന്നു വരുമ്പം പിള്ളേർക്കൊരു വലിയ പ്രതിസന്ധിയാണ്. ഞാൻ ഈ ശുശ്രൂഷകളുള്ളതുകൊണ്ട് ഇത് പറയുന്നത്. ഈ പിള്ളേരെ ചെറുപ്പത്തിൽ വിശ്വാസം പഠിപ്പിക്കുമ്പം അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കും, യേശുപ്പച്ചോണ്ട് പ്രാർത്ഥിച്ചാൽ യേശുപ്പച്ചൻ തരും. ഇങ്ങനെയാണോ നിങ്ങൾ വിശ്വാസം പഠിപ്പിക്കുന്നത്? പെൻസിൽ വേണോ? യേശുപ്പച്ചോണ്ട് പ്രാർത്ഥിക്കുക. ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വേണോ? ചെരുപ്പ് വേണോ? ബാഗ് വേണോ? യേശുപ്പച്ചോണ്ട് പ്രാർത്ഥിക്കുക, യേശുപ്പച്ചൻ തരും. അപ്പം ഇങ്ങനെ നമ്മൾ വിശ്വാസം പഠിപ്പിക്കും. ഇവർ രാത്രി പറഞ്ഞു, യേശുപ്പച്ച എനിക്കൊരു ബാഗ് തരണേ. അപ്പം പിറ്റേ ദിവസം ഇവൻ സ്കൂളിൽ പോകുമ്പം അപ്പം പോയി ഒരു ബാഗ് മേടിച്ചിട്ട് ഇവൻ്റെ മുറി വെച്ചേക്കും. അല്ലെങ്കിൽ പറയും, കണ്ടോ കർത്താവ് കൊടുത്താന്ന് പറയും. ഇവൻ കൊച്ചു പാവം വിശ്വസിക്കും. കുറച്ചുകൂടെ വലുതാകുമ്പം ഇവൻ കോളേജിൽ പോയി കഴിയുമ്പം ഇവൻ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ യേശുപ്പച്ച എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് തരണേ. പ്രാർത്ഥിക്കാത്തവൻ ഇവനേക്കാൾ കൂടുതൽ കിട്ടും. ഇവന് പൈസ ഇല്ല, ഇവൻ്റെ വീട്ടിൽ പൈസ ഇല്ല, പ്രാർത്ഥിക്കുന്ന വീട്ടിൽ പൈസ ഇല്ല, പ്രാർത്ഥിക്കാത്ത വീട്ടിൽ ഇഷ്ടം പോലെ പൈസ. ഇവന് പതുക്കെ ഒരു കാര്യം മനസ്സിലാവും, ഈ പ്രാർത്ഥന കൊണ്ടൊന്നും വലിയ കാര്യമില്ല. അവൻ്റെ ഉള്ളിൽ നിന്ന് ആ വിശ്വാസം ഒന്ന് പോകും. പക്ഷേ നിങ്ങൾ വിളിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വരും. പാസ്റ്റർ വിളിക്കുമ്പം കീബോർഡുമായിട്ട് വരും. അവർ വെള്ളം പോലെയാണ്, കാറ്റ് പോലെയോ അല്ല, വെള്ളം പോലെയാണ്. വെള്ളത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കുപ്പിക്കകത്താണെങ്കിൽ കുപ്പിയുടെ ഷേപ്പും, പാത്രത്തിലാണെങ്കിൽ പാത്രത്തിൻ്റെ ഷേപ്പും, ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസിൻ്റെ ഷേപ്പുമാണ്. ചർച്ച് വരുമ്പോൾ അവർക്ക് ചർച്ചിൻ്റെ ഷേപ്പും, കൂട്ടുകാരെടുത്ത് പോകുമ്പം കൂട്ടുകാരുടെ ഷേപ്പും. ഇവർ കാറ്റുമല്ല, കല്ലുമല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നവർ കാറ്റ് പോലെ ആകാൻ വേണ്ടിയല്ല, എങ്ങനെ ഇതുവരെ കല്ല് പോലെ ആക്കണമെന്നാണ്. ആണോ അല്ലയോ? എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ പിള്ളേർ കാറ്റ് പോലെ പോകണമെന്ന്? പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ല. കല്ല് പോലെ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എവിടെയെങ്കിലും ഒന്ന് സെറ്റിലായാൽ മതി.
അപ്പോൾ അതിനവരെ ജർമ്മനിക്ക് പഠിക്കാൻ വേണ്ടി ജർമ്മൻ കോഴ്സ്, കാനഡയ്ക്ക് പോകാൻ വേണ്ടി IELTS, നഴ്സിംഗ് എങ്കിൽ നഴ്സിംഗ്, എവിടെയെങ്കിലും പോയി ഒന്ന് സെറ്റിലായി കണ്ടാൽ മതി. അല്ലേ? ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പോൾ പ്രാർത്ഥന മുഴുവൻ എന്തിനു വേണ്ടിയാ? ഉപവാസ പ്രാർത്ഥന എന്തിനു വേണ്ടിയാ? പ്രസംഗങ്ങൾ എന്തിനു വേണ്ടിയാ? ശുശ്രൂഷകൾ എന്തിനു? പാസ്റ്റർ തന്നെ എന്തിനാ? എൻ്റെ പിള്ളേരെ കല്ലുപോലാക്കാൻ വേണ്ടിയാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മുഴുവൻ ശുശ്രൂഷകളും പെന്തക്കോസ്തിൽ നിന്നും വ്യാപരിക്കുന്ന മൊത്തം ശുശ്രൂഷകൾ എന്തിനു വേണ്ടിയുള്ളതെന്നറിയോ? ഈ സെറ്റിൽമെൻറ്റിന് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ സെറ്റിൽമെൻറ്റ്. ശുശ്രൂഷയിലാണെങ്കിലും ഇപ്പം എന്നെ ആൾക്കാർ ഒത്തിരി വിളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്നാ, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നു, കുറച്ചുകൂടെ വലിയ ആൾക്കാർ വിളിച്ച്, കുറച്ചുകൂടെ വലിയ രാജ്യങ്ങളിൽ പോയി, അങ്ങനെ ഇപ്പം അതും സെറ്റിൽമെൻറ്റാണ്. ഇവിടെ വീണ്ടും കാറ്റ് പോലെ എതിരേലും പോകാൻ ആത്മാവ് പറഞ്ഞാൽ, ആത്മാവ് നടത്തുവാണെങ്കിൽ അങ്ങനെയൊക്കെ ആയിപ്പോവും, കാറ്റ് പോലെ ആയിപ്പോവും. പക്ഷെ ആത്മാവ് അങ്ങനെ നടത്താൻ നമ്മൾ സമ്മതിക്കില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇപ്പോൾ ഈ അന്യഭാഷയെ പോലും നമ്മൾ സംശയിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾ എന്തിനത് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ ഞെട്ടരുത്. ഞാൻ അന്യഭാഷ ശരിക്കും പറയുന്ന ആളാണ്. ഞാൻ മുട്ടിൽ നിന്ന് 2-3 മണിക്കൂർ എനിക്കൊരു ജീവിതത്തിലൊരു പ്രയാസം ഉണ്ടായപ്പം എനിക്ക് അടുത്തയിടെ രാത്രിയിൽ അന്യഭാഷ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് അന്യഭാഷയിൽ ഒത്തിരി മിറാക്കുലസ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വന്നിട്ടുണ്ട്, ഒരു ദുരാത്മാവ് പുറത്ത് പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അന്യഭാഷ പൊതുവേ ഒരു സംശയം അന്യഭാഷയുടെ പേരിലുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും പ്രോസ്പെരിറ്റിക്കാരന്, എവിടെയെങ്കിലും കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കാത്ത ആരുടെയോ കീഴെ പോയിരുന്ന് അവർ തലയെ പിടിച്ച് കുലുക്കുമ്പോൾ ഇതൊക്കെ പ്രാപിച്ചിട്ട് വന്ന് ഇത് കർത്താവിൻ്റെ ആത്മാവെന്ന് എങ്ങനെ അറിയും? ഞാൻ ഇതിനെക്കുറിച്ച് ഏറ്റവും വലിയ സംശയം എനിക്കുണ്ടായത് ഈ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ചർച്ചിലൊരു സഹോദരനും കൂടെ ട്രിവാൻഡ്രത്ത് ഒരു പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് പോയി. അപ്പം ഞാൻ ഒരു സെഷൻ സംസാരിച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരു ഷെഡാണ്, എന്താണ് പറയുന്നത്, ടെൻറ്റ് പോലത്തെ. അപ്പോൾ അതിന് ഏറ്റവും വെളിയിൽ ഞാനും, എനിക്ക് ഈ സ്റ്റേജിലിരിക്കുന്നതിനേക്കാൾ സൗകര്യം ഏറ്റവും പുറകിൽ എവിടെയെങ്കിലൊക്കെ വെളിയിൽ പോയി. അതെനിക്കൊരു സന്തോഷം. കാരണം എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഈ പാസ്റ്റർ ഈ പ്രസംഗം കൺക്ലൂഡ് ചെയ്യുക, ആദ്യത്തെ സെഷൻ നമ്മൾ കേട്ട വചനം അങ്ങനെ എന്നൊക്കെ നല്ലപോലെ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞപ്പം പുള്ളി ഒരു പാട്ടിൻ്റെ ഒരു ചരണം പാടി അന്യഭാഷ പറഞ്ഞപ്പം എൻ്റെ ഉള്ളിലൊരു കൊളുത്ത് വീണു. ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു, ഇനി പുള്ളിക്ക് ഞാൻ പറഞ്ഞ പ്രസംഗം കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല, ഇനി പുള്ളി പറയുന്ന വേറെ എന്തെങ്കിലും ആയിരിക്കും. പറഞ്ഞ നിമിഷം പുള്ളി അന്യഭാഷ പറഞ്ഞ് നിർത്തി. അടുത്ത് പറഞ്ഞെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉന്നമനത്തിന് തടസ്സമിടുന്ന ആത്മാക്കൾ എന്ന് പറഞ്ഞു തുടങ്ങി. അത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ശുശ്രൂഷയിലൂടെ വ്യാപരിക്കുന്ന ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ ലോകത്തിൻ്റെ ഒരു സ്പിരിറ്റ്, അതായത് ലോകത്തിൽ സെറ്റിലാകാനുള്ള ഒരു സ്പിരിറ്റ് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത്. നിങ്ങൾ എത്ര പേര് ഞെട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഇനി വേറൊരു ഉദാഹരണം പറയാം. നിങ്ങൾ പ്രവാചകന്മാരെ കണ്ടിട്ടുണ്ടോ? എല്ലാവരും അല്ല, എന്നാൽ ഇന്ന് പൊതുവെ നമ്മളിങ്ങനെ, അത് പോട്ടെ, ദുരാത്മാക്കൾ പുറത്ത് പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഈ ചർച്ചിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരിൽ നിന്ന് ദുരാത്മാക്കൾ പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലിരുന്ന് ഒരു സഹോദരി ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭൂതം ഇളകി. ചുമ്മാ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭൂതം ഇളകി കഴിഞ്ഞപ്പോൾ അതുവരെ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഭൂതം ഇളകി കഴിഞ്ഞപ്പം കർത്താവ് എന്ന് പറയുമ്പം അസ്വസ്ഥതയാണ്. അതെന്താ അങ്ങനെ? ഈ ദുരാത്മാവ് അടങ്ങിയിരിക്കുമ്പം കർത്താവ് എന്ന് പറയാൻ അവർക്കൊരു പ്രയാസമില്ല. എന്നാൽ അത് മാനിഫെസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കർത്താവിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ യേശുക്രിസ്തു ആരാന്ന് ചോദിച്ചാൽ പറയാം, എൻ്റെ ശത്രുവാണ്. ഇത്ര നേരം എൻ്റെ കർത്താവ് ഒന്ന് വൈബ്രേഷനായിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഒത്തിരി പേരും ബന്ധനത്തിലായി പോകുന്നതാണ്. അപ്പോൾ ഈ പ്രവാചകന്മാരൊന്നും സൂക്ഷിച്ചോണം. അവർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ക്രൂശ് എന്നൊക്കെ പറയുമെങ്കിലും ഈ അന്യഭാഷയൊക്കെ പറയും നിങ്ങളുടെ അടുത്തോടെ ഇറങ്ങി നടക്കുമ്പോൾ പിന്നെ അവർക്ക് ജർമ്മനി, അമേരിക്കയൊക്കെ ഓർമ്മ വരുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടത്? അവർ പറയുന്ന മുഴുവൻ വിടുതൽ മാത്രമല്ലാതെ ക്രൂശോ, കഷ്ടതയോ, നിത്യതയോ, തേജസ്സോ, ശിഷ്യത്വമോ, കർത്താവിന് വേണ്ടി സഫറിങ്ങിനോ ഒന്നും അവർക്ക് ഓർമ്മ വരില്ല. നിൻ്റെ കണ്ണീര് കർത്താവ് കണ്ടു, നിന്നെ ഇതാ വെടിവെച്ചിരിക്കുന്നു. അതേത് ആത്മാവായിരിക്കും? അതെന്താ ഈ ആത്മാവിൽ എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് യേശുവിൻ്റെ നാമം വരാത്തത്? ക്രിസ്തുവിൻ്റെ ജീവനെക്കുറിച്ച് പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇത്രയും പറയണമായിരുന്നോ? അല്ലേ? ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെ നാളെ ഞാനില്ലാതെ പോയാൽ, വേറെ ആരും നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഇത്
കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പം ഇങ്ങനൊരു മുന്നറിയിപ്പ് ഞാൻ കൊണ്ടായിരുന്നു എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാമല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന അതല്ല. നമുക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? എങ്ങനെയാണ് നമ്മൾ ഒഴുകിപ്പോയത്? എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കേട്ട വചനത്തെ നിങ്ങൾ അതിജാഗ്രതയോടെ കരുതിക്കൊണ്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഒഴുകിപ്പോകാം. എങ്ങോട്ടാണ് ഒഴുകിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കണം, പിശാചിൻ്റെ അടുത്തേക്ക് ആരും ഒഴുകുന്നില്ല. നിങ്ങൾ പിശാചിൻ്റെ അടുത്തോട്ട് ഒഴുകിയവർ ആരുമില്ല. എല്ലാവരും ഒഴുകുന്നത് മനുഷ്യൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അതൊരു മനുഷ്യൻ്റെ ചിന്താഗതിയിലേക്കാണ് ഒഴുകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പിശാചല്ല, മനുഷ്യനാണ്. എന്തുകൊണ്ടാണ്? പിശാചിനോട് ദൈവം പറയും ഇവിടെ വാടാന്ന് പറഞ്ഞാൽ അവൻ വരും, പോടാന്ന് പറഞ്ഞാൽ പോവും. അവൻ പാവെന്ന് പറയാൻ പാടില്ല, അവൻ ഗതികെട്ടവൻ. കർത്താവിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുക, ആ പത്രോസിനെ ഞാനൊന്ന് പാറ്റിക്കോട്ടെ. എന്നാൽ പോയി പാറ്റിയാൽ പോരെ, അതിന് അധികാരമില്ല. പാറ്റിക്കോട്ടെ വെച്ചപ്പോൾ കർത്താവ് പറയുമോ, അവൻ്റെ വിശ്വാസം പോകാതെ വേണേൽ പാറ്റിക്കോളെ. കർത്താവ് എന്തിനാണ് അപേക്ഷിച്ചത്? ഈ പാറ്റും, അപ്പോൾ എന്ത് പോകരുത്? അപ്പോൾ പാറ്റണമെങ്കിൽ പോലും, നമ്മളെ ഒന്ന് പരീക്ഷിക്കണമെങ്കിൽ പോലും അവൻ എവിടെ നിന്ന് വരണം പെർമിഷൻ? അപ്പോൾ കർത്താവ് പറഞ്ഞ അവൻ അനുസരിച്ചേ പറ്റുള്ളൂ. ഇവിടെയുള്ള പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, കാറ്റ്, മലകൾ, അല്ല പറഞ്ഞല്ലോ, സൃഷ്ടി മൊത്തം കർത്താവ് എന്ത് പറഞ്ഞാലും അനുസരിക്കും. ഈ മലയോട് പോയി സമുദ്രത്തിൽ നട്ടുപോകാൻ പറഞ്ഞാൽ അതുപോലെ പോകും. പക്ഷെ കർത്താവ് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ ഇപ്പം സൗകര്യമില്ലെന്ന് പറയാൻ കഴിവുള്ള ഒരേ ഒരു സൃഷ്ടി മനുഷ്യനാണ്. അത് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സദൃശ്യത്തിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് നമുക്കിങ്ങനെ അസാമാന്യമായ എബിലിറ്റി ഉണ്ട്. അത് നമ്മളതിനെ വിളിക്കുന്നത് സവിശേഷ ബുദ്ധി എന്നൊക്കെയാണ്. ഇത് ദൈവത്തിനെതിരെ പ്രയോഗിക്കാൻ നമുക്ക് ശക്തി ഉള്ളത് കൊണ്ടാണ് സാത്താൻ പറഞ്ഞത് നീ ദൈവത്തെ പോലെ ആകാൻ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാകാൻ പറ്റിയല്ല, പിന്നെ ആർക്കേ ആകാൻ പറ്റുള്ളൂ? അവൻ ആത്മീക സ്പിരിറ്റാ, അവന് ദൈവം പറഞ്ഞ കേട്ടേ പറ്റൂ. പക്ഷെ ദൈവത്തിനെതിരെ നിൽക്കാൻ ഒരു രാജ്യം ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ളതാരാ? മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ രാജ്യം എന്ന് പറയുന്നതിൻ്റെ അകത്ത് പ്രധാന ശക്തി എന്താണെന്നറിയോ? ആയുധമല്ല, അവൻ്റെ എൻജോയ്മെൻറ്റാണ്. ഞാനതാ ഇന്നലെ പറഞ്ഞത്. എല്ലാം രസം കൊണ്ടുണ്ടാക്കിയ ഒരു സാമ്രാജ്യത്തിലെ രാജാക്കന്മാരാണ് നമ്മൾ. ഇപ്പം മനുഷ്യൻ്റെ ഇതിലേക്ക് തിരിയുന്ന ചിന്തകൾ മൊത്തം സാത്താന്യമാണ്. അതിലേക്കാണ് നമ്മൾ ഒഴുകിപ്പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? യേശു കർത്താവ് ആരാണ് എന്ന് പത്രോസ് പറഞ്ഞു. ആരായിരുന്നു? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. കർത്താവ് പറഞ്ഞു, ബർയോനാ ശീമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, എൻ്റെ സ്വർഗത്തിലുള്ള എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഒരധ്യായം കഴിഞ്ഞപ്പം അവർ യെരുശലേമിലേക്ക് പോകാൻ തിരിഞ്ഞപ്പം കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ജാതികളുടെ ഇടയിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, ഉയർത്തെഴുന്നേക്കെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് എന്താ പറഞ്ഞു? നിനക്കിതൊരിക്കലും സംഭവിക്കരുത്. അപ്പോൾ കർത്താവ് തിരിഞ്ഞിട്ട് അവനോട് പറഞ്ഞു, സാത്താനെ, എന്താ വിളിച്ചേ? സാത്താനെ, എന്നെ വിട്ടു പോ. അടുത്ത വാക്യം എന്താ? കാണാൻ പറഞ്ഞു, നീ എനിക്ക് ഇടർച്ചയാകുന്നു. എന്തുകൊണ്ട്? നീ ദൈവത്തിനുള്ളതല്ല സാത്താനുള്ളത് എത്ര കരുതുന്നതെന്നാണോ? മനുഷ്യർക്കുള്ളത് എത്ര കരുതുന്നതെന്നാ. മനുഷ്യർക്കുള്ളത് എത്ര ചിന്തിക്കുന്നതെന്ന് പോലും അല്ല, മനുഷ്യർക്കുള്ളത് അത്രേ നീ കരുതുന്നത് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഈ മനുഷ്യർക്ക് വേണ്ടി കരുതുന്നത് ആരാ? സാത്താൻ. കരുതുന്നവൻ. അപ്പം നിങ്ങൾ ചോദിക്കും, ദൈവമല്ലേ നമ്മളെ കരുതുന്നതെന്ന്. ശരിയാണ്, ദൈവം കരുതുന്ന എന്തിനാണെന്നറിയോ? നമ്മളെ കർത്താവിനെ പോലെ ആക്കാൻ വേണ്ടിയാണ്. സാത്താൻ നമ്മളെ കരുതുന്നത് നമ്മുടെ രാജ്യം സ്ഥാപിക്കപ്പെടാൻ വേണ്ടിയാണ്. ആരുടെ രാജ്യം? എന്നിട്ട് അവസാനം പറയാണ്, വെളിപ്പാട് പുസ്തകത്തിൽ പറയാണ്, ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. ബുദ്ധിയുള്ളവരൊക്കെ ഒന്ന് ഗണിച്ചു നോക്കി. അടുത്ത വാക്യം, അതൊരു മനുഷ്യൻ്റെ സംഖ്യ. ബുദ്ധി ഉണ്ടോ? ഒന്ന് ഗണിച്ച് നോക്കി. ബുദ്ധിയോടെ ഗണിച്ച് നമുക്ക് എന്ത് മനസ്സിലാവും? ഈ സാത്താൻ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ, എല്ലാവരും ആ മനുഷ്യനെ അംഗീകരിക്കണമെങ്കിൽ അന്ത്യകാലത്ത് ഈ മനുഷ്യൻ എങ്ങനെ വരണം? നമുക്കെല്ലാം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ വരണം. ഇപ്പം ലോകം മുഴുവൻ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം ആര് വരാൻ. അപ്പം ഈ ലോകം മുഴുവൻ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക? ഈ അധർമ്മത്തിൻ്റെ മർമ്മത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ എതിരാളി ആരാ?
മനുഷ്യത്വം. ഈ ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനായിരുന്നു ഏറ്റവും വലിയ മനുഷ്യത്വം. ശരിയല്ലേ? സതി നിർത്തലാക്കാൻ വേണ്ടി ഇവിടെ മിഷണറിമാർ ഓടിപ്പാഞ്ഞ് നടന്നു. ആഫ്രിക്കയിലൊക്കെ വില്ലേജുകളിൽ, ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ, അങ്ങനെയാണല്ലോ നമ്മുടെ ശൈലി, ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഒക്കെ കാനിബൽസ്, അതായത് സ്വന്തം സ്പീഷീസിലുള്ള ആളുകളെ അറുത്ത് കൊന്നു തിന്നുന്ന മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ എല്ലാം ഈ സുവിശേഷം കടന്നു വന്നു. മനുഷ്യത്വം എന്നുള്ളതായിരുന്നു ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ വിഷയം. അപ്പോൾ നമ്മളെല്ലാം നല്ല മനുഷ്യത്വം ഉള്ളവരായിട്ടാണ് ആൾക്കാർ കണ്ടത്. സ്കൂളുകൾ തുറക്കുന്നു, ഹോസ്പിറ്റലുകൾ തുടങ്ങുന്നു, അവിടെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്നു. ഇങ്ങനൊരു ഇമേജ് ആയിരുന്നു ഈ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ മിഷണറിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാപ്റ്റിസ്റ്റ് മിഷണറിമാരാണല്ലോ ഇവിടെ വന്ന് രക്തസാക്ഷികളായ ഗ്രഹാം, സ്റ്റവാർട്ട്, സ്റ്റെയിൻസ് ഒക്കെ അവർ കുഷ്ഠരോഗികളുടെ ഇടയിലാണ് വർക്ക് ചെയ്തത്. എന്നാൽ ഇനി അടുത്തൊരു ജനറേഷനിൽ നമ്മൾ പീഡിപ്പിക്കപ്പെടാൻ പോകുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണെന്നറിയോ? നമ്മൾ മനുഷ്യത്വം ഇല്ലാത്തവരാന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഈ പുതിയ മനുഷ്യത്വം, അതായത് മനുഷ്യൻ്റെ സുഖങ്ങളിൽ ആധാരമായ മനുഷ്യൻ്റെ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ മനുഷ്യത്വത്തിൽ ഏറ്റവും വലിയ ശത്രു ക്രിസ്തുവാണ്. മനസ്സിലായ? ബാക്കി എല്ലാ മതങ്ങളും ഇതിന് എഗ്രിമെൻ്റാണ്. യേശു ക്രിസ്തു മാത്രമാണ് വേറൊരു തേജസ്സിലേക്ക് നിങ്ങളെ നിർബന്ധിക്കുന്നത്. നിങ്ങൾ വേറൊരു നീതിയെക്കുറിച്ച് പറയുന്നത്. ബാക്കി എല്ലാ മതങ്ങളും നമ്മുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള സിസ്റ്റംസാണ്. അതുമാത്രമല്ല, ഈ സുഖത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ പിള്ളേരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യം എന്തിനു വേണ്ടിയുള്ളതെന്നറിയോ? എന്തിനു വേണ്ടിയുള്ളതാണ്? അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനും അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും അല്ലേ? അതിനു വേണ്ടിയല്ലേ വീട്ടിൽ വലിയ വഴക്ക്, ഞാൻ ഇതേ ഇടുള്ളൂ എന്നൊക്കെ പറഞ്ഞല്ലേ അല്ലേ? അതുപോലെ അവർക്ക് ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കാനും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്താൽ അവൻ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി മാറുമെന്ന് നമുക്ക് ഇന്ന് നോക്കിയാൽ മനസ്സിലാവും. കാരണം ഈ സ്വാതന്ത്ര്യം അങ്ങോട്ട് വളർന്നു വന്നിട്ട് സ്വന്തം കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഒരു ഹോമോസെക്ഷലായിട്ട് പുരുഷനെയും സ്ത്രീയെയും കല്യാണം കഴിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ദൈവം എന്തിനെല്ലാം മ്ലേച്ഛതയെന്ന് പറഞ്ഞോ അതിനെല്ലാം ആഘോഷിക്കാനുള്ളൊരു സ്വാതന്ത്ര്യത്തിലേക്കാണ് ലോകം പോകുന്നത്. അപ്പോൾ ഒരിടത്തു നിന്നൊരു പാസ്റ്റർ പറയാണ് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പാപമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും നിങ്ങൾക്കൊന്നും മനുഷ്യത്വം ഇല്ലേ? ഇപ്പം പുതിയ മനുഷ്യൻ എന്താ പറയുന്നത്? ഞങ്ങളുടെ ഒരു മോളൊരു കോളേജിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് ഈ കാത്തലിക് കോളേജാണ്. കാത്തലിക് കോളേജിൽ അവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു എപ്പോഴും ഈ സിമ്പോസിയങ്ങൾ നടക്കും. സിമ്പോസിയങ്ങൾ എന്താ പറയുന്നത്, ഡിസ്കഷൻസ്, ഡിബേറ്റുകളൊക്കെ. അപ്പോൾ അതിനകത്ത് ഡിസ്കഷൻ, ഡിബേറ്റ് അല്ല, ഈ ആളുകൾ ഒന്നിങ്ങനെ ക്ലാസ് എടുക്കും. അപ്പോൾ ഈ ക്ലാസ്സിനകത്ത് അവർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നീ ഒരു സ്ത്രീയായിട്ട് ജനിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് സ്ത്രീയായിട്ട് ജീവിക്കണമെന്ന് നിർബന്ധമില്ല. നിനക്ക് വേണമെങ്കിൽ വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ച് പുരുഷനായിട്ട് ജീവിക്കും. അത് ഒരു സിമ്പോസിയം കഴിഞ്ഞ് അടുത്ത സിമ്പോസിയം കഴിഞ്ഞ് 3 ഈ കൊച്ചു ചോദിച്ചു, ഇതെല്ലാം ഒരേ തീമാണല്ലോ, തിരിച്ചു പറയുന്ന ആരെയും കാണുന്നില്ലല്ലോ. എൻ്റെ അഭിപ്രായം ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. അപ്പം എനിക്കത് പറയാനുള്ള റൈറ്റ് ഇല്ലെന്ന് ചോദിച്ചപ്പം ആ ടീച്ചർ പറയാ, നിന്നെ ഏതോ മതക്കാർ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുമെന്ന്. ഒരു കാത്തലിക് കോളേജിൻ്റെ അവസ്ഥ ഇത്. ആ ടീച്ചർ അവിടെ ക്ലാസ് എടുക്കുന്നതിൻ്റെ ആ ക്ലാസ്സിൻ്റെ ഒരു ട്രാൻസ്ക്രിപ്റ്റ് എനിക്ക് അവരുടെ ആ കൊച്ചിൻ്റെ അമ്മ എനിക്ക് അയച്ചു തന്നു. എൻ്റെ ദൈവമേ, അതൊരു നിമിഷം കേട്ടിരിക്കാൻ പറ്റത്തില്ല, അത്ര മ്ലേച്ഛത. എന്നിട്ട് ഈ കൊച്ചു എഴുന്നേറ്റ് നിന്ന് എതിർക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ചുറ്റും നിന്ന പിള്ളേരെല്ലാം കൂടെ ഇവളെ കളിയാക്കി കൂക്കി വിളിക്കും. മതം ബ്രെയിൻ വാഷ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴേക്കും ഒന്ന് ആലോചിക്കുക, അപ്പം നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? ഇതിനെയാണ് കാലത്തിൻ്റെ ഗതി എന്ന് പറയുന്നത്. കാലഗതിയെയും നമ്മളനുസരിച്ച് നടന്നൊരു കാലഗതിയുണ്ട്. മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടി വരുന്തോറും ഈ കാലഗതിയുടെ അടിമകളായിട്ട് നമ്മൾ മാറുക. കാലം പോകുന്നവരെ നമ്മൾ പോയേ പറ്റൂ, അല്ലെങ്കിൽ നമ്മളെ അവർ തല്ലിക്കൊല്ലും, ഒറ്റപ്പെടുത്തും. പണ്ട് കാലത്തൊക്കെ അമേരിക്കയിൽ, ഇംഗ്ലണ്ടിലൊക്കെ പോകുന്ന ആൾക്കാർ, കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറഞ്ഞ തമാശ ഇത്, ആൾക്കാരെക്കുറിച്ച് ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. അവനെങ്ങാനും ഇപ്പോൾ ആൾക്കാർ പേടിപ്പിക്കും, അയൽവക്കക്കാർ, അമ്മമ്മ കണ്ടോ അവൻ അവിടെ പോയൊരു മതാമേനെയും കെട്ടിക്കൊണ്ട് വരും. അപ്പോൾ ഒന്ന് പേടിയാണ്. കാരണം നമ്മുടെ ഭാഷയിൽ അത് ആഷ് ബുഷ് ബുഷ് എന്നൊക്കെ ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാർ വന്ന് നമ്മളെന്തോ പറയും. അപ്പോൾ വെളുത്തിരിക്കുന്ന 2 പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മ നമുക്ക് വഴക്ക് പറയാൻ പറ്റുമോ? വഴക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? അപ്പോൾ ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നൊരു പേടിയായിരുന്നു. പക്ഷേ ഇപ്പം ആ പാസ്റ്റർ ഇപ്പോഴത്തെ പേടി അതല്ല, അവൻ ഒരു പെണ്ണിനെ തന്നെ എങ്കിലും കെട്ടിക്കൊണ്ട് വരണേന്നുള്ളതാണ്. ഒരു വൈകിട്ട് വന്ന് ഒരു പയ്യനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇത് എൻ്റെ പാർട്ണറാന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യും? നാട് വിട്ട് പോകേണ്ടി വരുമല്ലേ? ആലോചിച്ച് നോക്കി, നമ്മുടെ വീടുകളിൽ നടക്കാൻ പോകുന്ന നാളെ ടുമോറോ
ഭയാനകമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം, നമ്മൾ വിചാരിക്കും പാവം മനുഷ്യൻ, അവനങ്ങ് സ്വാതന്ത്ര്യം കിട്ടിയാൽ ജീവിക്കുമല്ലോ എന്ന്. അവന് സ്വാതന്ത്ര്യം കിട്ടിയാൽ അവൻ ദൈവത്തിനെതിരെ നിൽക്കുന്ന ഒരു ഫോഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിനിടയിലാണ് യേശുക്രിസ്തു ആരാണെന്ന് പ്രസംഗിക്കേണ്ട, പ്രചരിപ്പിക്കേണ്ട, ആ ജീവൻ വ്യാപരിപ്പിക്കേണ്ട സഭയും ഈ മനുഷ്യർക്കുള്ളത് കരുതിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അന്ത്യകാലത്തുള്ള വലിയ പോരാട്ടം എന്ന് പറയുന്നത് ഈ ദുഷ്ടാത്മ സേന. എഫേസ്യ ലേഖനത്തിൽ പറയുന്ന ദുഷ്ടാത്മ സേന എന്തോ അത് 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ആത്മാവിന് അധിപതിയായവനെ കാലഗതി ആകാശത്തിലെ അധികാരത്തിനും അനുസരണമുള്ളവരായി നടന്നു. ആ വലിയൊരു ശക്തി നമുക്കെതിരെ വരുന്നുണ്ട്. അതിനെതിരെയാണ് നമ്മൾ വിശ്വാസം എന്ന പരിചയം എടുത്ത്, രക്ഷ എന്ന ശിരസ്ത്രം എടുത്ത്, വചനം പ്രസംഗിച്ചുകൊണ്ട്, സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഈ വലിയ ഫോഴ്സിനെ നമ്മൾ പോരാടുന്നത്. അല്ല നമ്മുടെ വീട്ടിലെ ആട് ചത്തുപോയി, അത് പോരാട്ടോ, അതിനൊന്നും, അത് ചത്തുപോയാൽ പോട്ടെ, അതൊന്നും അല്ല ഇവിടുത്തെ കാര്യം. ദിസ് ഈസ് എ ബിഗർ ഫൈറ്റ്. ഓക്കെ, ഞാൻ പറയാൻ വന്ന ഇതൊന്നുമല്ല, ഇതൊരു ഇൻട്രഡക്ഷനാണ്. എന്താണ് നമ്മുടെ സഭകൾക്ക് സംഭവിച്ചത്? എവിടെയാണ് നമ്മുടെ പിള്ളേർക്ക് വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയാൻ പറ്റാതെ പോയത്? നമ്മുടെ പിള്ളേർ വീണ്ടും ജനിച്ചാണോ എന്ന് വല്ല ഉറപ്പുണ്ടോ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ 1-2 പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളതുകൊണ്ടാണ്. നമുക്കൊന്ന് നോക്കാം എന്താണ് നമ്മുടെ അടിസ്ഥാന ഉപദേശങ്ങളിലുണ്ടായ പ്രശ്നം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം. ആ ആ ഓക്കെ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കുവിൻ, പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ അവിടെ അടിസ്ഥാന വേദോപദേശങ്ങൾ വന്നു കഴിഞ്ഞു. ഒന്ന് മാനസാന്തരം, മറ്റൊന്ന് സ്നാനം, പിന്നെ ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രാപണം, പരിശുദ്ധാത്മദാനം. ഓക്കെ, ഇനി 4-ാമത്തെ കാര്യം 40-ാം വാക്യത്തിലാണ് ഉള്ളത്. വായിക്കാം. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. ഈ വക്രതയുള്ള തലമുറ ചിന്തിക്കുന്നവരെ നമ്മൾ ചിന്തിക്കരുത്. ഈ തലമുറ എന്താ ചിന്തിക്കുന്നത്? എന്ത് തിന്നും, എന്ത് കുടിക്കും. നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. അപ്പോൾ ഈ വക്രതയുള്ള തലമുറ എപ്പോഴും അവരെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് വേർപെടണം. അതാണ് 4-ാമത്തെ കാര്യം. നമ്മൾ ഈ 4-ാമത്തെ മൊത്തത്തോടെ മിസ് ചെയ്തു, ആരും പറയുന്നില്ല. കാരണം നമുക്ക് 7 എന്നുള്ള സംഖ്യ തേക്കാൻ വേണ്ടി ഇതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ ഈ ബ്രദർകാരോട് ചോദിച്ചു, നിങ്ങളുടെ 7 ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മദാനം കട്ട് ചെയ്ത് കളഞ്ഞു. അവർക്ക് വേർപാടുണ്ട്. നമ്മൾ വേർപാട് കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ 7 ആക്കണം. 7 അല്ലെങ്കിൽ നമ്മൾ സമ്മതിക്കരുത് ഒന്നും. 7-ൽ കൂടുകയോ കുറയോ ചെയ്താൽ നമുക്കത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്താലും വേണ്ടില്ല, ഇത് 7-ൽ എത്തിക്കണം. ഓക്കെ, ഈ വേർപാടുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കി. എത്ര ഇപ്പം? മാനസാന്തരം, സ്നാനം, ആത്മപ്രാപണം, വേർപാട്. 4-ആയില്ലേ? 4-ആയി. ഇനി 42-ാം വാക്യം വായിച്ച്. 5-ാമത്തെ, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. ഇപ്പം എത്രണ്ണായി? 4-4 8. ഈ ആദ്യത്തെ 4 പ്രത്യേകതയുണ്ട്. അത് ഒരിക്കൽ മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ എങ്കിലും അതിൻ്റെ എഫക്റ്റ് ജീവിതകാലം മുഴുവനുള്ള കാര്യമാണ്. അതായത് മാനസാന്തരം, നമ്മൾ ഒരിക്കലായി മാനസാന്തരപ്പെടുന്നു, ജീവിതകാലം മുഴുവൻ നമ്മൾ മാനസാന്തരപ്പെട്ടവരാണ്. സ്നാനം, ഒരിക്കലായി നമ്മൾ സ്നാനപ്പെടുന്നുവെങ്കിലും നമ്മൾ ജീവിതകാലം മുഴുവൻ ആ സ്നാനത്തിൻ്റെ നിഴലിലാണ്, സ്നാനപ്പെട്ടവരാണ്. വി ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ദ ചർച്ച്. നമ്മൾ ബാപ്റ്റിസത്താൽ ഒട്ടിപ്പിടിച്ചവരാണ് കർത്താവുമായിട്ട്. ഓക്കെ. 3, ആത്മാവിനെ ഒരിക്കലായി നമ്മൾ പ്രാപിക്കുന്നു. ആ ആത്മാവാണ് അന്ത്യം വരെയും നമ്മുടെ കൂടെ ഉള്ളത്. ആ ഒരിക്കലാണ് പ്രാപിക്കുന്നത്, പക്ഷേ അതിൻ്റെ എഫക്റ്റ് വേർപെടുന്നു. നമ്മൾ സഭയായി ഒരിക്കൽ വേർപെടുന്നു. ആ വേർപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ വേർപെട്ടവരായി തന്നെ ഇരിക്കുന്നു. ഇത് 4 അങ്ങനെയാണ്. വൺസ് ഇറ്റ് ഹാപ്പൻസ് ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ്. എന്നാൽ ഇനിയുള്ള 4 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ആവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നാണ്, ആദ്യത്തേതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക, കൂട്ടായ്മ ആചരിക്കുക. അതൊരിക്കൽ കേട്ടാൽ പോരാ, കൂട്ടായ്മ ഒരിക്കൽ ആചരിച്ചാൽ പോരാ, വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം നുറുക്കൽ ഒരിക്കൽ ചെയ്താൽ പോരാ, വീണ്ടും വീണ്ടും ചെയ്യണം. പ്രാർത്ഥന വീണ്ടും വീണ്ടും ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അടിസ്ഥാന വേദോപദേശങ്ങളിൽ ആദ്യത്തെ 4 നമുക്ക് സെപ്പറേറ്റ് ചെയ്താൽ വേറെ 4 ഉണ്ട്. അത് എന്താണ്?
ഈ അടിസ്ഥാന വേദോപദേശം ഇത് മാത്രമല്ല കേട്ടോ, ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവിക തൃത്വത്തെക്കുറിച്ചുള്ള ഉപദേശം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഉപദേശം, നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള അനേക ഉപദേശങ്ങൾ വേറെ ബൈബിളിൽ പല സ്ഥലത്തുണ്ട്. പക്ഷേ ഒരു സഭ തുടങ്ങുമ്പോൾ ആ സഭ അനുഷ്ഠാനപരമായി ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ചെക്ക് ലിസ്റ്റ് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അതിനകത്ത് പഠിക്കേണ്ട വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു സഭയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ചെക്ക് ലിസ്റ്റാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഈ ആദ്യത്തെ 4 കാര്യങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തികൾ. എന്തൊക്കെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ? നമ്മൾ വായിക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്? മാനസാന്തരം, ആളുകൾ മാനസാന്തരപ്പെടുന്നു, സ്നാനപ്പെടുന്നു, ആത്മാവിനെ പ്രാപിക്കുന്നു, വേറിട്ട സഭാ കൂടിവരവുകൾ പല സ്ഥലങ്ങളിൽ ഉണ്ടാകും. അത് കഴിഞ്ഞ് അടുത്ത് എന്തായിരിക്കും? വേർപാട് കഴിഞ്ഞ് അടുത്ത് എന്തായിരിക്കണം? ഒരു സഭ തുടങ്ങി, നമ്മളിവിടെ വേർപെട്ടൊരു കൂട്ടമുണ്ടായി. അടുത്ത് എന്താ ചെയ്യുന്നത്? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കും. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ എന്തോ സാധനം? അതെവിടെ കേൾക്കാൻ പറ്റും? നിങ്ങൾ എവിടെ നിന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുന്നത്? പള്ളിയിൽ പോവുക, പാസ്റ്റർ പ്രസംഗിക്കുന്നത് കേൾക്കുക എന്നുള്ളതല്ലാതെ ശരിക്കും അപ്പോസ്തലന്മാരുടെ ഉപദേശം നമ്മൾ എവിടെ കാണുന്നത്? റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ സഭയുടെ അടിസ്ഥാനം അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിലായതുകൊണ്ട് നമുക്ക് ഉപദേശ രൂപമായി പുതിയ നിയമസഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഉപദേശ പ്രമാണങ്ങളാണ് റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ ഉള്ളത്. നമ്മുടെ സഭയ്ക്കും നമ്മുടെ കുട്ടികൾക്കും എങ്ങനെയാണ് ഇത് മിസ്സായത് എന്ന് ഞാൻ പറയാം. നമ്മൾ ചർച്ചിൽ ഞായറാഴ്ച വരുന്നു, ഒരാൾ പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കൈപൊക്കി കേട്ടോ ചെറുതായിട്ട്. 2 പാട്ടുകൾ പാടുന്നു, 2 or 3 പാട്ടുകൾ, ചിലർ 3 പാട്ട് പാടും. യഹോവ ദൈവമ അല്ല അങ്ങനല്ലേ, യാഹു നല്ല ഇടയൻ, ഇങ്ങനെയുണ്ട്. കൈയടിക്കാൻ പറ്റുന്ന പാട്ടാണോ? ഓക്കെ. അടുത്തത് ആ മനോഹരം. 3 പാട്ട് പാടി നല്ലപോലെ ആരാധിച്ചു, കൈയടിച്ചു. അത് കഴിഞ്ഞ് സങ്കീർത്തനത്തിനൊരു പ്രസംഗം. ദാവീദ് വീണതും എഴുന്നേറ്റതും ചാടിയതും കല്ലെടുത്തുകൊണ്ട് പോയതും ഗോലിയാത്തിന് എറിഞ്ഞതും നിങ്ങളുടെ മുമ്പിലുള്ള ഗോലിയാത്തുകളെല്ലാം എറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അത് തീർന്നു. അടുത്ത പിന്നെ സാക്ഷ്യം. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ അമേരിക്കയിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്, പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിലെ വല്യപ്പന് സുഖമില്ല, പ്രാർത്ഥിക്കണം. പിന്നെ മക്കളുടെ റിസൾട്ട് നാളെ വരും, ആരും ബോധം കെട്ട് വീഴാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മകൻ ഗൾഫിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, ഫ്ലൈറ്റ് നേരെ ലാൻഡ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിനിടയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, താങ്ക്സ് ഗിവിങ്. അത് ഭയങ്കര രസമാണ്. ഈ 2 പേരിടയ്ക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും അല്ലേ? 2 പേരിടയ്ക്ക് പ്രാർത്ഥിക്കും. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് ഒരാളും സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് ഒരാളും പ്രാർത്ഥിക്കും. എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? കഴിഞ്ഞ ഒരാഴ്ച ഒട്ടക്കാലം അനേകം ആളുകൾ രോഗത്താൽ ഭാരപ്പെട്ടു, അനേകർ ഈ നാട്ടിൽ നിന്ന് നീക്കപ്പെട്ടപ്പോൾ ഞങ്ങളെ മാത്രം ഈ ജീവനുള്ളവരുടെ ദേശമായ പാലക്കാട് സൂക്ഷിച്ചതിനായിട്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞറിയാം? കർത്താവെ, കഴിഞ്ഞ ആഴ്ച ഒത്തിരി പേരെ നീ വിശുദ്ധന്മാരെ നീ നിൻ്റെ അടുക്കിലേക്ക് ചേർത്തു, ഞങ്ങളെ നിൻ്റെ അടുത്ത് ചേർക്കാതെ ഇവിടെ തന്നെ ഇട്ടതിനെ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എന്നാണ് പറഞ്ഞത്. നമുക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്ന കാലമൊക്കെ കഴിഞ്ഞു വേണ്ട. നമ്മളിതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അതങ്ങ് പ്രാർത്ഥിച്ചു പോകുന്ന സ്റ്റൈലായിട്ട് അങ്ങ് പ്രാർത്ഥിക്കുന്നു. പോകാതിരുന്നതിലുള്ള ആശ്വാസമാണ് ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഇന്ന് കർത്താവിൻ്റെ അടുത്ത് പോയില്ല, സ്തോത്രം. എന്താ അല്ലേ ഇത്? അറ്റ്ലീസ്റ്റ് നമുക്കറിയാം, ജീവിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. എന്നാൽ മിണ്ടാതിരിക്കണ്ടേ പരസ്യമായിട്ടെങ്കിലും എന്ന്. അത് കഴിയുമ്പം സാക്ഷ്യങ്ങൾ കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും അല്ലേ? അങ്ങനെയല്ലേ ചർച്ചകളെല്ലാം എങ്ങനെ നടക്കുന്നത്? പിന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് പ്രസംഗനെ വിളിച്ചിട്ടുണ്ടായിരിക്കും അന്ന് പ്രസംഗിക്കാൻ. പുള്ളി ഏലിയാവിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. പുള്ളിയുടെ ഏറ്റവും നല്ല പ്രസംഗം ഏലിയാവിൻ്റെ കഥയായിരിക്കും. ഏത് നല്ല സഭയിൽ വിളിച്ചാലും ഇവരാദ്യം അവർക്കറിയാവുന്ന ഏറ്റവും നല്ല പ്രസംഗമേ പ്രസംഗിക്കുള്ളൂ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയും വിളിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു വമ്പൻ ബിസിനസ്സാണ്. ഈ വമ്പൻ ബിസിനസ് നല്ലപോലെ മാർക്കറ്റ് ചെയ്യുന്നവർ രക്ഷപ്പെട്ടു. അത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പ്രസംഗം വേറെടുത്ത് പ്രസംഗിക്കരുത്. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണോ? നല്ല നല്ല പ്രസംഗങ്ങൾ വലിയ വലിയ ഓഡിയൻസിന് വേണ്ടി മാറ്റി വയ്ക്കണം. പിന്നെ എല്ലാവരും വിളിച്ചാലൊന്നും പോകരുത്. പോയി കഴിഞ്ഞ് ഇവൻ വളരെ ചീപ്പാന്ന് ആൾക്കാർ വിചാരിക്കും. അതുകൊണ്ട് വലിയ വലിയ കൺവെൻഷൻ ഉണ്ടല്ലേ
പോകാവൂ. ഇപ്പം ഇങ്ങനെ വളരെ കെയർഫുള്ളായിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നൊരു മിനിസ്ട്രിയുടെ ഇരകളാണ് ഈ ഇരിക്കുന്ന ആൾക്കാർ മൊത്തം. സന്തോഷമായ കഴിഞ്ഞ ദിവസം ഞാൻ സ്ഥലം പറഞ്ഞു പോകും അറിയാതെ, അവിടെ ഒരു പാസ്റ്റർ ഇരുന്നു. ആ പാസ്റ്റർ ആ ചർച്ചിൽ, ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം അവിടെ സംസാരിച്ചു. ആ പാസ്റ്റർ അവരോട് പറഞ്ഞു, ഞാനിവിടെ ഒരു പ്രസംഗിക്കാം, പക്ഷേ ഇത് റെക്കോർഡ് ചെയ്യുകയോ വെളിയിടുകയോ ചെയ്തതെന്ന്. എന്താണെന്ന് ചോദിച്ചു, ഞാൻ അടുത്ത ആഴ്ച ഗൾഫിൽ പോകാനുള്ളത്, അതുകൊണ്ട് അവിടെ ഇത് ആദ്യം കേട്ട പ്രശ്നമാണ്. പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ല പ്രസംഗം പ്രസംഗിച്ച്, എറിക്കുന്ന പ്രസംഗം പ്രസംഗിച്ച്, അവസാനം എല്ലാവരെയും കൊണ്ട് തുള്ളിക്കുന്ന പ്രസംഗങ്ങൾ പ്രസംഗിച്ച്, ഈ അവസാനം ഒരു ആശീർവാദം പ്രാർത്ഥനയോട് കൂടി നമ്മൾ പിരിഞ്ഞു പോകുന്നു. എന്താ മിസ്സായത്? ആ 3 മണിക്കൂർ എന്താ മിസ്സായത്? യേശുക്രിസ്തു എന്നൊരു വാക്ക് കർത്താവ് സഹായിച്ച് ആരും മിണ്ടിയിട്ടില്ല. എന്ന ഒരു വാക്ക് ഇതിനിടയിൽ, കഴിഞ്ഞ ആഴ്ച നടത്തിയ ദൈവമേ എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്കോടെ ഒരു വാക്ക്, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവെ, എന്നെ നീ നിത്യജീവൻ തന്നതിനായിട്ട് സ്തോത്രമെന്ന് പറയാൻ ഓർമ്മ വരുന്നില്ല. അത് പറഞ്ഞിട്ട് തന്നെ നാളുകളായി കാണും. ഈ വർഷിപ്പിൽ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോ, പവർ വിഷനും ഹാർവസ്റ്റ് ടിവി എല്ലാവരും നോക്കി, അവിടെ എപ്പോഴെങ്കിലും ഈ ആരാധിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി ജീവൻ തരാൻ കാൽവരി ക്രൂസിൽ എനിക്ക് പകരക്കാരനായി മരിച്ച കർത്താവെ, കുഞ്ഞാടിനെ ഞങ്ങൾ ആരാധിക്കുന്നു കേൾക്കുന്നുണ്ടോന്ന്? ഇല്ല, കേൾക്കില്ല. ഇത്രത്തോളം നടത്തി എന്നാ പറയുന്നത്. അപ്പൊ അംബാനിയെ ഇതിനും നല്ലപോലെ നടത്തിയില്ലേ? അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ വിശ്വാസം പോയി. ഇനി വേറൊരു ഭയങ്കര ഞെട്ടിപ്പിക്കുന്നൊരു സംഭവം പറയാം. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സംഗതികൾ മനസ്സിലാവും. അതാണ് എനിക്ക് വിഷമം. ആൾക്കാരാരെന്ന് പിടിക്കട്ടെ, അതാണ്. അവരുടെ ആരുടെയും തെറ്റല്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കും. ഇത് ആരുടെയും തെറ്റല്ല, ഈ കാലത്ത് ഈ ആത്മാവിൻ്റെ കാറ്റ് വീശാത്തോണ്ടുള്ള കുഴപ്പമാണ്. ഞാനൊരു ബൈബിൾ കോളേജ്, എനിക്ക് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്ന ഇഷ്ടമില്ല. കാരണം എനിക്ക് സിലബസ് കാണുന്നത് എനിക്ക് അലർജിയാണ്, പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ റോമാലേഖനം പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ, ബൈബിൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ ആദ്യം പഠിപ്പിക്കുന്നത് ആരെഴുതിയെന്നാണ്. അതൊക്കെ ആരും അങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് പൗലോസ് എഴുതി തന്നെയാണ്. തർക്കമുള്ളവൻ വേറെ പണി നോക്കുന്നതല്ല. ഇതൊക്കെ തർക്കിക്കാൻ വേണ്ടി ആ ഓതർഷിപ്പിനെ കുറിച്ചുള്ള അയാൾ ഇങ്ങനെ പറഞ്ഞു, സ്റ്റോട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ എനിക്ക് ക്ഷമയും ഇല്ല, ഒന്നാമതേ ഇൻട്രസ്റ്റും ഇല്ല. അതുകൊണ്ട് ആ വക പരിപാടികൾക്ക് ഞാൻ പോകാറില്ല. ഞാൻ ഈ റോമാലേഖനം പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ റോമാലേഖനം 1 അധ്യായം 1 വാക്യം പറഞ്ഞു. കാരണം ഏത് കാലഘട്ടത്തിലും സംസാരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ആത്മാവി വചനങ്ങളെല്ലാം രേഖപ്പെടുത്തിയേക്കുന്നത്. അന്നേരം ചില ആൾക്കാർ പറയും എൻ്റെ പശ്ചാത്തലം അറിയാതെ നമുക്ക് മനസ്സിലാവില്ല എന്ന്. ചുമ്മാതാ. ദൈവത്തിൻ്റെ വചനം എല്ലാ പശ്ചാത്തലത്തിലും വർക്ക് ചെയ്യും. ഇനി ഏതെങ്കിലും ഒരു പശ്ചാത്തലത്തിലായിരിക്കും ചിലപ്പോൾ ചില കാര്യങ്ങളുടെ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി കിട്ടുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത വാക്യങ്ങളായിരിക്കും. കാരണം ജീവിക്കാൻ ആവശ്യമായതെല്ലാം കർത്താവ് ഈ പശ്ചാത്തലം ഇല്ലാതെ തന്നെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലം കൊണ്ടുള്ള അപകടം ഞാൻ പറഞ്ഞുതരാം. അപകടം കാരണം പശ്ചാത്തലം ഒന്നും ഇൻസ്പയർഡ് അല്ല, വചനം മാത്രമേ ഇൻസ്പയർഡ് ആയിട്ടുള്ളൂ, വചനം മാത്രമേ ദൈവാശാസ്യമായിട്ടുള്ളൂ. ഈ വചനത്തിന് ചുറ്റുമുള്ള പശ്ചാത്തലവും ചരിത്രവും ഒന്നും ദൈവാശാസ്യമല്ല. ഇപ്പോൾ യേശു കർത്താവ് ഒരു ധനവാനായ ഒരു മനുഷ്യനോട് പറയാണ്, എന്തോ നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കും. അപ്പോൾ അവൻ വളരെ സമ്പത്തുള്ളവനായി ദുഃഖത്തോടെ കടന്നുപോയി. അടുത്ത വാക്യം കർത്താവ് ശിഷ്യന്മാരോട് പറയുക, ധനവാൻ ദൈവരാജ്യത്തെ കിടക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയുടെ പോകുന്നതാണ്. ഈ സൂചിക്കുഴ എന്ന് പറഞ്ഞാൽ എന്തോ? യെരുശലേമിലേക്ക് കയറുന്ന വഴിക്ക് സൂചിക്കുഴ എന്ന് പേരുള്ള ഒരു ചെറിയ ഗേറ്റ് ഉണ്ടായിരുന്നു. ബൈബിളിൽ എത്ര അധ്യായം എത്രാം വാക്യം? ഇല്ല. അങ്ങനെ ഒരു ഗേറ്റ് അവിടെ ഉള്ളത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടി? വില്യം ബാർക്ലേ എന്ന് പറഞ്ഞ ഒരാൾക്ക് തോന്നിയതാണ്. അത് വെച്ച് എന്ത് ചെയ്തെന്നറിയോ? ഈ വലിയ ധനവാന്മാരെ സഭയ്ക്കകത്ത് തള്ളിക്കയറ്റാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ സൂചിക്കുഴ വലുതാക്കി. ഇപ്പൊ സൂചിക്കുഴയുടെ കൊതുകുകളൊന്നും പോയാൽ അറിയില്ല, തിമിംഗലങ്ങൾ വന്നാൽ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് വലിയ ആത്മാക്കളെ പിടിക്കാൻ വേണ്ടി നമ്മൾ ഊടാടി സഞ്ചരിക്കുന്നതിന് കാരണം ശരിക്കും പറഞ്ഞാൽ ഈ സൂചിക്കുഴ വലുതാക്കി വെച്ചിരിക്കുക. അതെങ്ങനെയാണ് വലുതാക്കിയത്? പശ്ചാത്തല പഠനമാണ്. പക്ഷെ ശിഷ്യന്മാർക്ക് അങ്ങനെ അല്ലല്ലോ മനസ്സിലായത്. ശിഷ്യന്മാർ ഇത് കേട്ട ഉടനെ ചോദിച്ചിട്ടുണ്ടെന്നറിയോ? അവർ ഒട്ടകത്തെക്കുറിച്ചല്ല ചിന്തിച്ചത്, അവരെ സൂചിക്കുഴയെക്കുറിച്ച് ചിന്തിച്ചത്. ഉടനെ ശിഷ്യന്മാർ പറയാ, ഇങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടാൻ ആരെ കൊണ്ട് പറ്റുമെന്ന്. കാരണം വന്നവൻ ഒട്ടകം, നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പട്ടിയുടെ അത്രയെങ്കിലും ഉണ്ടല്ലോ. ഇതൊന്നും എതിരെ കയറില്ല,
സൂചിക്കുഴ കൂടെ കയറില്ല, ഉറുമ്പ് പോലും കയറില്ല. സൂചിക്കുഴ എടുത്ത് നോക്കി ശരിക്കും, ഉറുമ്പ് പോലും അതിൻ്റെ മുകളിൽ കൂടെ കറങ്ങി നടക്കും, അല്ലാതെ അകത്ത് കയറില്ല. അപ്പോൾ ദൈവരാജ്യത്തിൽ പോകുന്നത് ഒട്ടകത്തിന് കഷ്ടപ്പാടെന്ന് മാത്രമല്ല. അപ്പോൾ ശിഷ്യന്മാരുടനെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അയ്യോ അപ്പോൾ ഒട്ടകം എങ്ങനെ കയറുന്നല്ല ചോദിക്കുന്നത്, ആരെങ്കിലും ഒരുത്തിനെങ്കിലും കയറുമെന്ന് ചോദിക്കുന്നത്. സൂചിക്കുഴ പോലെയാണെങ്കിൽ അപ്പോൾ സൂചിക്കുഴ എന്തോരം വലിപ്പമുള്ളതായിരിക്കും. അപ്പം കർത്താവ് പറയാണ്, ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല, മനുഷ്യരല്ല, അത് അസാധ്യമാണ്, ദൈവത്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ അർത്ഥം പോയ പോക്ക് കണ്ടോ. ഈ പശ്ചാത്തലം അങ്ങനെയാണ്. പിന്നെ വേറെ ചില തന്ത്രങ്ങളുണ്ട്. ഗ്രീക്ക് മൂലഭാഷയിൽ, ഈ മൂലഭാഷയിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഒബ്ജക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, ഈ മൂലഭാഷ എന്ന് പറയുന്നത് ഗ്രീക്കാണ്. ഓക്കെ, ഗ്രീക്കിൽ ഉള്ള ആ സ്ക്രിപ്റ്റ്, ആ ഗ്രീക്കിലുള്ള ആ ടെക്സ്റ്റ്, അത് 2-3 ടൈപ്പ് ടെക്സ്റ്റുകളുണ്ട് ഗ്രീക്ക്. ഈ കോഡെക്സ് വറ്റിക്കാനസ്, കോഡെക്സ് സൈനറ്റിക്സ്, ഇങ്ങനെ പലതരത്തിലുള്ള ഗ്രീക്ക് സ്ക്രിപ്റ്റുകളുണ്ട്. ഇത് ഞാൻ ഗ്രീക്ക് 3 സെമസ്റ്റർ പഠിച്ചിട്ടുണ്ട് ബൈബിൾ കോളേജിൽ. പക്ഷെ എനിക്ക് ഇപ്പോഴും അതൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പോൾ എന്നെക്കാളും ഒരു 10-15 വർഷമെങ്കിലും ബൈബിൾ കോളേജിൽ പഠിച്ചും പഠിപ്പിച്ചും ഗ്രീക്കിൻ്റെ ഉസ്താദുകളായിട്ടുള്ളവരാണ് ഈ ബൈബിൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്, അല്ലേ? അപ്പം അതിനകത്ത് തന്നിരിക്കുന്ന വാക്ക് ഉള്ളതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് അവരെന്ത് ചെയ്തത്, ഈ പണ്ഡിതന്മാർ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇങ്ങനെയും കൂടെ ഒരു അർത്ഥം ഉണ്ടെന്ന് ഈ കുട്ടി പണ്ഡിതൻ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിന് അപ്പുറത്തുള്ള വേറെ അർത്ഥം വഴി നമ്മൾ വേറെ വഴിക്ക് പോകും. മനസ്സിലായോ? അതുകൊണ്ട് മലയാളം ബൈബിള് പെർഫെക്റ്റ് ബൈബിളാണ്. 1-2 ചെറിയ മിസ്റ്റേക്കുകളേ ഉള്ളൂ. ഇന്ന് പുതിയ ട്രാൻസ്ലേഷൻസ് ഒന്നും ശരിയല്ല. ഈ മലയാളം ബൈബിളിലെ ട്രാൻസ്ലേഷൻ ഭയങ്കര പെർഫെക്റ്റ് ട്രാൻസ്ലേഷനാണ്. അത് എങ്ങനെ ദൈവം ഓരോ നാടിനും ഒരു ട്രാൻസ്ലേഷൻ ഭയങ്കര മനോഹരമായിട്ട് കൊടുക്കും. പിന്നെ അത് എത്ര പണിതാലും ശരിയാവില്ല അതിന് മുകളിൽ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആൾക്കാർ പറയുന്നത്, എല്ലാവരും ഈ പഴയ മലയാളം ബൈബിൾ ഓരോ കോപ്പി എടുത്ത് വെച്ചേക്ക്. ഇപ്പം തന്നെ ഓരോ കോപ്പിയല്ല, 10-15 കോപ്പിയാണ് മേടിച്ച് വീട്ടിൽ വെച്ചേക്ക്. ഇതിൽ 5-6 വർഷം കഴിയുമ്പോൾ ഇതൊന്നും കിട്ടാനില്ലാതാവും. കാരണം ഈ ദുരാത്മാവ് അങ്ങനെ പ്രവർത്തിക്കുന്നത്. കുറച്ചുകൂടെ നല്ല ഭാഷയിലെ ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി ഇറക്കും. ഒരു ചെറിയ വ്യത്യാസം വന്നാൽ തന്നെ അർത്ഥം മുഴുവൻ മാറിപ്പോകും. അതുപോലെ ഇംഗ്ലീഷിൽ കിങ് ജെയിംസ് എന്ന് പറഞ്ഞൊരു ബൈബിളുണ്ട്, പഴയകാലത്ത് 1611 എഴുതുക. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ട്രാൻസ്ലേഷനാണ്. എത്ര ട്രാൻസ്ലേറ്റ് ചെയ്താലും അതിനെ മുകളിൽ കയറ്റാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ അതിനോട് ചേർന്ന ഒരു ട്രാൻസ്ലേഷൻ ഇപ്പോൾ ഉള്ളത് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ എന്ന് പറഞ്ഞു പറഞ്ഞോ. അപ്പോൾ അതും മനോഹരമായ ട്രാൻസ്ലേഷൻ. വളരെ കുറച്ച് ട്രാൻസ്ലേഷൻ. ഇതിനേക്കാൾ മിടുക്കന്മാരൊന്നും അല്ലല്ലോ ഈ പ്രസംഗിച്ച് മൂലഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരാണോ? ആണോ? ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ചോദിച്ചറിയാം, ഒരു വാക്ക് കണ്ടുപിടിക്കാൻ അവർ പെടുന്ന പാടെന്താന്ന്. അന്നേരമാണ് ഇതിനിങ്ങനെ അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തരുന്നത്. അപ്പം ഞാനിത് സന്ദർഭവശാൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഈ ദൈവത്തിൻ്റെ വചനം അതുപോലെ ഒരു ഹിന്ദുവിനെ അല്ലൊരു മുസ്ലിമിനെ, ഒരു അവിശ്വാസിയെ വിളിച്ചിട്ട് ഇതിങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത് ചോദിക്കുമ്പോൾ അതേന്ന് അവർക്കും തോന്നുന്ന രീതിയിലാണ് ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത്. മിസ്റ്ററി ഒന്നുമില്ല, നിഗൂഢതകളൊന്നുമില്ല. അത് പ്യുവറായിട്ട് നമുക്ക് ഏത് ചുങ്കക്കാരനും വേശ്യ സ്ത്രീക്കും വഴിയെ പോകുന്നതിനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും പത്രം എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയാണ് ബൈബിളിൻ്റെ ഭാഷ. ഓക്കെ, അപ്പോൾ ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക എന്ന് പറയുന്നിടത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫെയിലിയർ സംഭവിച്ചിരിക്കുന്നത്. അതൊരു സഭയിലും നമ്മുടെ ഉപദേശം പഠിപ്പിക്കപ്പെടുന്നില്ല. അതിൻ്റെ കാരണം എന്നല്ല, ഈ റോമാലേഖനമൊക്കെ ഭയങ്കര പാടാണെന്നാണ് പാസ്റ്റർമാർ വിചാരിക്കുന്നത്. മാത്രമല്ല, ഈ റോമാലേഖനമൊക്കെ പ്രസംഗിച്ചാൽ അവസാനം ഇങ്ങനെ എരിപിരി കൊള്ളിക്കാൻ പറ്റിയല്ല. ഏതാ വൈബ്രേഷൻ വരുത്താൻ പറ്റത്തില്ല. അല്ലെ പൗലോസ്, ചില മിടുക്കന്മാർ ഈ ഒന്നും വേണ്ടവർക്ക് ചുമ്മാ എന്താ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഉണർവുണ്ടാക്കാൻ പറ്റുന്നവരുണ്ട്. അവർ ചിലപ്പം എന്താ ഗ്ലോറി 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 എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാൽ മതി, എല്ലാവരും ഉണർവിലായിക്കോളും. അതവരുടെ പ്രത്യേകമായൊരു കഴിവാണ്. പക്ഷെ സാധാരണഗതിയിൽ ഒരു പ്രസംഗകൻ ഞായറാഴ്ച ഉന്നം വയ്ക്കുന്നത് അവസാനം ഒരു പോയിൻ്റോട് കൂടി അവിടെ തീ പിടിക്കണം എന്നാണ്. എവിടെ ഞാൻ ഇതിനൊരു എക്സാമ്പിളിൽ പറയാം. ഈ തീ പിടിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഞാനിത് സമ്മതിക്കാത്തതിൻ്റെ കാര്യം, ആ തീപിടുത്തത്തോടു കൂടി പറഞ്ഞതെല്ലാം ഇവർ മറന്നു പോകുന്നത് മാത്രമല്ല, ഞങ്ങൾക്ക് ഇതൊക്കെ ഇപ്പം പ്രാപിച്ചു എന്നുള്ള ചിന്തയിലാണ് ഇവർ പോകുന്നത്. ഈ പറഞ്ഞത് മുഴുവൻ എന്ത് പ്രാപിച്ചു, പറഞ്ഞത് മനസ്സിലായിട്ട് പോലുമില്ല. ഈ അടുത്തിടെ മരിച്ചുപോയ ഒരു വളരെ പ്രശസ്തനായ ഒരു പാസ്റ്റർ, അദ്ദേഹം റോഡിൽ നിന്ന്
സുവിശേഷ പ്രസംഗം നടത്തുമായിരുന്നു. അദ്ദേഹം പറയാണ്, കർത്താവ് വരാറായി, ഏത് സമയത്തും കർത്താവ് വരും, നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ, ഇന്ന് രാത്രി വന്നാൽ നിങ്ങൾ പോകുമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ആൾക്കാർ എന്താ ഒരു പിടിയില്ല, ചുമ്മാ ഇങ്ങനെ നിൽക്കുക, ഒരു വൈബ്രേഷനും ഇല്ല, ഒരനക്കവും ഇല്ല. മണിക്കൂർ 40 മിനിറ്റ് കഴിഞ്ഞു, ഒരാളും അനങ്ങുന്നില്ല. പുള്ളി ഹല്ലേലൂയ പറയാന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, കാരണം ഉത്സാഹം വരുന്നില്ല. കാരണം എന്താ പുള്ളി പറഞ്ഞത്? കർത്താവ് വരുമെന്ന് ആർക്ക് വേണം. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി പ്രസംഗം പൊട്ടാൻ പോവുകയാണ്. കാരണം ആൾക്കാർ തുള്ളിച്ചാടിയില്ലെങ്കിൽ അതിനർത്ഥം എന്താ? പ്രസംഗം ശരിയായില്ലെന്ന്. അപ്പോൾ ഇവർ തുള്ളിച്ചാടിക്കണം. അപ്പോൾ ഉടനെ പുള്ളി പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങൾ ഏത് പ്രശ്നത്തിന്, അപ്പത്തിന് ആൾക്കാരെല്ലാം അലർട്ടായി, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ആളെത്തി. ഡിസംബർ 31 തീയതിക്കകം അതിന് പരിഹാരം തരുന്ന ഒരു ദൈവം. എന്താ പരിഹാരം? അപ്പം ഞാനിത് കേട്ട് പാവം മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ. ഈ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പ്രസംഗിക്കാൻ നിർബന്ധിക്കപ്പെടുന്നതുകൊണ്ട്, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രസംഗങ്ങൾ ഉണ്ടാക്കാൻ പാസ്റ്റർമാർ, ഇതൊരു പ്രൊഫഷൻ ആയതുകൊണ്ടും, പ്രൊഫഷൻ മുമ്പോട്ട് പോകണമെങ്കിൽ പണം വരണമെന്നുള്ളതുകൊണ്ടും, പണം വരണമെങ്കിൽ മുമ്പിലിരിക്കുന്ന പാപികളായ ജനങ്ങൾ കനിയണമെന്നുള്ളത് കൊണ്ടും, അവരെ നന്നാക്കാൻ പ്രസംഗിച്ചാൽ ഒന്നും കിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ടും, അവരെ സന്തോഷിപ്പിക്കാൻ നിർബന്ധിതരായതുകൊണ്ടും ഞാൻ ആ മനുഷ്യൻ്റെ ഗതികേട് ഓർത്ത് ഭയങ്കരമായിട്ട് ഭാരപ്പെട്ടു. മാത്രമല്ല, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ ഈ വർഷം തന്നെ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ആരവം എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. എന്താരവമായിരുന്നറിയോ? ആൾക്കാർ ആ സ്പ്രിങ് അങ്ങ് ഫിറ്റ് ചെയ്തിട്ട് നിലത്തെങ്ങും അല്ലായിരുന്നു. എന്താ ബഹളം! ഈ ബഹളം ആത്മാവ് തരുന്നതാണോ? എന്താ നിങ്ങൾ സ്തബ്ധരായി പോയോ? അവസാനം ആ ആരവത്തിനകത്ത് പുള്ളി പ്രസംഗം അവസാനിപ്പിച്ചു. അപ്പോൾ അടുത്ത പ്രാവശ്യം പുള്ളി വിളിക്കും. കാരണം എന്താ? സക്സസ്. ഇതുപോലെ ഞാൻ ഒത്തിരി പരീക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ, അതൊരു പൊതുയോഗമായിരുന്നു, YMCA നടന്നൊരു പൊതുയോഗം. അപ്പോൾ പൊതുയോഗത്തിൽ വർഷിപ്പ് ലീഡർ എല്ലാ അഭ്യാസം കാണിച്ചിട്ട് ചർച്ചിലുള്ള പോലെ ഉണർവ് YMCA ഉണ്ടാകാൻ പാടാം. കാരണം അവിടെ കത്തോലിക്കർ വരെ വന്നിട്ടുണ്ട്, ഹിന്ദുക്കളുണ്ട് കുറച്ച് പേര് അവിടെ ഇവിടെ നിൽപ്പുണ്ട്. കർട്ടൻ വലിക്കുന്ന ഒരാൾ പൂസ, അയാൾ ഇവിടെ നിന്ന് കർട്ടൻ അല്ല ബാക്കിൽ ഈ ഡോറൊക്കെ അടച്ചു കൊടുക്കുന്ന ഒരു സെക്യൂരിറ്റി, പുള്ളി പൂസായിട്ട് ബാക്കിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇയാൾ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും സ്വതന്ത്രം ചെയ്യാം, ഇങ്ങനെ മതിയോ ശബ്ദം എടുക്കുന്നൊക്കെ പറഞ്ഞ് ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവസാനം പുള്ളി പറഞ്ഞു, ഞാൻ ഒന്നുമില്ലാതെ അലഞ്ഞടഞ്ഞിരുന്ന ഒരുത്തനാണ്, എനിക്കൊരു മഴക്കോട്ട് പോലും മേടിക്കാൻ പൈസ ഇല്ലാതെ ഞാൻ സൈക്കിളിൽ നടന്ന് സുവിശേഷം പറഞ്ഞ. പക്ഷേ കഴിഞ്ഞ 2 മാസം മുമ്പ് അമേരിക്കയിൽ നിന്നൊരു കുടുംബം ഞങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു, പാസ്റ്ററിന് സ്മഗ്ലിങ് ബിസിനസ് വല്ലതും ഉണ്ടോ? എങ്ങനെ ഇത്രയും പണം വന്നത്? എന്ത് കാറാ ഇത്? എന്ത് ബംഗ്ലാവാ? എന്നിട്ട് അടുത്ത വാക്യം, ഇങ്ങനെ നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയുന്നൊരു ദൈവം. അവിടെ നിന്ന് കത്തോലിക്കനും ഹിന്ദു എല്ലാവരും ആർത്ത് വിളിച്ചു. അവരുടെ ആൾ വന്നു. അവിടെയാണ് അവരുടെ ആൾ വന്നത്. അതുവരെ അവർക്ക് പരിചയമില്ലാത്തൊരു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അവർക്ക് പരിചയമില്ലാത്തൊരു ക്രിസ്തു, നസറായനായ യേശു ക്രിസ്തു അല്ലാത്ത വേറൊരു ക്രിസ്തു ഇന്ന് നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നത് കൊണ്ട് നമുക്ക് കർത്താവിനെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു ഗതികേടിലാണ് ഇന്ന് സഭകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ ആരുടെയെങ്കിലും ഉള്ളിൽ ഈ കർത്താവിനെ കുറിച്ചുള്ളൊരു ഭാരം ഉണ്ടാകുമെങ്കിൽ, ഈ ആത്മാവിൻ്റെ ഭാരം ഉണ്ടാവുകയാണെങ്കിൽ, ചെറിയൊരു സ്റ്റെപ്പായാലും സഭകളിൽ കർത്താവിൻ്റെ വചനം കടന്നു ചെല്ലണം. അടിസ്ഥാന വചനങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടില്ലെങ്കിൽ അടുത്ത തലമുറയിൽ ഒരുത്തനും ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും നമ്മൾ പലപ്പോഴും പറയില്ലേ, നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ യേശു എന്ന വാക്ക് പോലും കേട്ടിട്ടില്ല. അതുപോലെ അതെന്താ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണോ എന്ന് ചോദിക്കുന്ന ആളുകൾ നോർത്ത് ഇന്ത്യയിലെ പല വില്ലേജുകളിലും ഉണ്ട് എന്ന് പറഞ്ഞ് ഗദ്ഗത കണ്ടരായി പറയുമ്പോൾ നമ്മുടെ പിള്ളേർ അടുത്ത തലമുറയിൽ യേശു അതാരാൻ ചോദിക്കാൻ അധികം താമസമില്ല. ഞാനതിന് ഒരു എക്സാമ്പിൾ പറയാം. ഒരു 25 വർഷം മുമ്പ് നമ്മൾ ട്രാക്ട് കൊടുക്കുമ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ ഒരു ചോദ്യമാണ് സാധാരണ ഉള്ളത്, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഓർമ്മയുണ്ടോ ട്രാക്ട്? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഉണ്ടോ? ഇന്ന് ആ ട്രാക്ട് നിങ്ങൾക്കാ തരണ്ടേ? ഈ വിശ്വാസികൾക്കെല്ലാം ട്രാക്ട് ഒന്ന് കൊടുക്കുന്നവരെ സങ്കല്പിച്ച് നോക്കി, നിങ്ങൾ ആ ട്രാക്ട് വാങ്ങിക്കുന്നതായിട്ട് നോക്കി, ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ നിത്യത എവിടെ? പെന്തക്കോസ്തുകാർ 99% യാതൊരു ഉറപ്പുണ്ടായിരിക്കില്ല. എവിടെ പോയി വിശ്വാസം? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. എവിടെ പോയി ഉറപ്പ്? ഇപ്പം നിങ്ങൾ പലരും ചിന്തിക്കുന്നതെന്നറിയാം, അങ്ങനെ ഉറച്ച് വിശ്വസിച്ചാൽ
എൻ്റെ കാര്യം എന്ന് ഞാൻ ശരിയല്ലാന്ന് എനിക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. ഞാൻ സ്വർഗത്തിൽ എങ്ങനെ കർത്താവ് കൊണ്ടുപോകുന്നല്ലേ നിങ്ങൾ ചിന്തിച്ചേ? ഇപ്പം അതുകൊണ്ടാണ് വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ നന്മകളിലല്ല, നമ്മളെ നേരെയാക്കാൻ കഴിവുള്ള, രക്ഷിക്കാൻ കഴിവുള്ള ഒരു കർത്താവിൻ്റെ ശക്തിയിലാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ വിശ്വസിച്ചാലേ നമുക്ക് ഈ നിത്യവിശ്വാസം, നിത്യരക്ഷയുടെ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ടൈം ലിമിറ്റ് എപ്പോഴാ? 2 മണി. അപ്പൊ അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ഈ രക്ഷയുടെ ഉറപ്പ് വേണം. രക്ഷയുടെ ഉറപ്പില്ലെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും പാപത്തെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ ആത്മാവ് വന്നാൽ നമുക്ക് ആദ്യം എന്താ സംഭവിക്കുന്നത്? പറ. പോരാ. റോമാലേഖനം 8:23 വായിച്ചേ. റോമാലേഖനം 8:23. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായ നാമും. അപ്പൊ ആത്മാവിന്റെ ഫസ്റ്റ് ദാനം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തെ കാത്തുകൊണ്ട് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പൊ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ എന്ത് ഞരക്കം ഉണ്ടാകുന്നത്? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അടുത്ത വാക്യം. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു, എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്തോ? ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഞരക്കത്തെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഞരക്കം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇനി പറയാം. ഞാനിപ്പോൾ പാസ്റ്ററോട് ചോദിച്ചു, എത്ര മണിക്കാണ് ഇത് തീർക്കേണ്ടത്? ഇപ്പോൾ പാസ്റ്റർ എന്താ പറഞ്ഞു? 2 മണി എന്ന് പറഞ്ഞു. ഞാനിത് 2:45 തീർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്ങിനെയാണ് ഞരക്കം എന്ന് പറയുന്നത്. ഓക്കെ, 2:45 ഞാൻ പറയാം ഒരു വാക്യം കൂടെ എന്ന് പറയുമ്പം നിങ്ങളുടെ ഉള്ളിൽ ഞരങ്ങും. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുക, കർത്താവ് ഇത് പറഞ്ഞാൽ അതുപോലെ ആക്കുമെന്ന്. ഇല്ലില്ല, ഞാൻ കൃത്യസമയത്ത്. അപ്പോൾ ഈ ഞരക്കം എന്ന് പറയുന്നത് പല കാരണങ്ങളാൽ ഉണ്ടാകാം. ഒന്നുകിൽ രോഗം വന്നിട്ട് ഇത് മാറാൻ വേണ്ടിയുള്ള ഞരക്കം, പണമില്ലാത്തതുകൊണ്ടുള്ള ഞരക്കം, അല്ലേ? അതെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഞരക്കങ്ങൾ. പിന്നെ എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇങ്ങനെല്ലാം നമ്മൾ ഞരങ്ങുന്നുണ്ടെങ്കിലും ഈ യേശു കർത്താവ് വരാൻ വേണ്ടിയുള്ളൊരു ഞരക്കം നമ്മുടെ ഉള്ളിലുണ്ടോ? കർത്താവ് എന്താ വരാത്തെ? അങ്ങനൊരു ഞരക്കം, അങ്ങനൊരു നിലവിളി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് പ്രത്യാശ. ഈ പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. ഇത് തന്നെ യോഹന്നാൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. നാം എന്തായി തീരും എന്ന് ഇതുവരെ വെളിപ്പെട്ടില്ലെങ്കിലും നാം അവനെ കാണുമ്പോൾ അവൻ ഇരിക്കുന്നത് പോലെ തന്നെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുന്നതാകയാൽ അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കും. അപ്പോൾ നമുക്ക് തന്നെത്താൻ വിശദീകരിക്കപ്പെടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അവനെപ്പോലെ ഞാൻ ആകുമെന്ന് എൻ്റെ ഉള്ളിൽ പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വിശുദ്ധീകരണത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാനതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾക്ക് 4 പിള്ളേരാണ് ഉള്ളത്. ഈ 4 പിള്ളേരിൽ 3 പേര് അഡോപ്റ്റഡ് പിള്ളേരാണ്. അതിലൊരു അഡോപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലീഗലി അഡോപ്റ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ ചിൽഡ്രൻസ് ഹോം ആയിരുന്നു ആന്ധ്രയിൽ. ഇപ്പോൾ ഒരു മുതിർന്ന പിള്ളേരായി. പക്ഷേ ഞങ്ങളവരെ മക്കളെ പോലെ കരുതുകയും അവരെ ഞങ്ങളെ അപ്പ അമ്മ എന്ന് വിളിക്കുകയും അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു കൊച്ച് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവർക്ക് വേറെ ആരും ബന്ധുക്കളാരുമില്ല. അപ്പം ഈ ഒരു കൊച്ച് ഒരിത്തിരി സ്ട്രെയിഞ്ചായിട്ട് പെരുമാറുമായിരുന്നു ആ ചെറുപ്പകാലത്ത്. അപ്പോൾ പുള്ളിക്കാരി എല്ലാ പിള്ളേരും ഇരിക്കുമ്പം എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ ഇവൾക്ക് ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ ഇവൾ ചോക്ലേറ്റ് തിന്നില്ല, ഇവൾ മാറ്റി വെച്ചിട്ട് എല്ലാവരും ചോക്ലേറ്റ് എടുത്ത് കഴിയുമ്പോൾ ഇവർ തീർക്കും. അപ്പോൾ ആരുടെ കയ്യിൽ മാത്രമേ ചോക്ലേറ്റ് ഉള്ളൂ, ഇവളുടെ കയ്യിൽ മാത്രമേ ചോക്ലേറ്റ് ഉള്ളൂ. ഇപ്പോൾ പതുക്കെ എല്ലാവരും കാണിച്ചുകൊണ്ട് കഴിക്കും. അതൊരു ഭയങ്കര രസമാണ്. ഇപ്പോൾ പല പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പം ഞാനൊരു ദിവസം അവളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ഇന്ന് ആദ്യം ഇത് തീർക്കാമെങ്കിൽ നിനക്ക് വലിയൊരു ചോക്ലേറ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞു. അവൾ അന്ന് റാപ്പർ തുറന്ന പോലും ആരും ശ്രദ്ധിച്ചില്ല, അത്ര ഫാസ്റ്റായിരുന്നു, വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ഈ ലോക ജീവിതം ഒരു ചോക്ലേറ്റ് പോലെയാണ്. അതുകൊണ്ട് നമ്മളിത് തീരാതിരിക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുക. കാരണം ഇത് കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല. അപ്പോൾ അതുകൊണ്ട് എത്ര പ്രായമായാലും നമ്മളിതിന് മാക്സിമം ടേസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പല്ല് കൊള്ളാതെ.
പല്ല് കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കൊഴുപ്പുള്ളതൊന്നും കഴിക്കരുത്. എന്തുകൊണ്ടാണ്? പല്ല് കൊണ്ടാൽ ഇത് പെട്ടെന്ന് തീരും. അതുകൊണ്ട് അപ്പുറത്തെ കവിളിലിട്ട് ഇപ്പുറത്തെ കവിളിലിട്ട് പ്രൊലോങ് ചെയ്ത്, നമ്മൾ അധികം സന്തോഷത്തിനൊന്നും പോകാത്തതിൻ്റെ ഒരു കാരണം ഇതാ, ഇത് കുറച്ച് പ്രൊലോങ് ചെയ്ത് കിട്ടാൻ വേണ്ടി അല്ലേ? ശരിയല്ലേ? തീർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നൊരു പിടിയില്ല. അതുകൊണ്ട് ഈ ലോകത്തെ നമുക്ക് എൻജോയ് ചെയ്യണമെന്ന് തോന്നുന്നു. സമ്മതിച്ചോ? നിങ്ങൾ എന്തിനാ വീടുണ്ടാക്കുന്നത്, സമ്പാദിക്കുന്നത്? മക്കൾക്ക് വേണ്ടിയല്ലേ? അതെന്തിനാ? നിങ്ങൾ അവരെ അങ്ങ് നോക്കിയാൽ പോരെ എപ്പോഴും? അല്ല, ഞാൻ മരിച്ചു പോകും. അപ്പോൾ ഈ മരിച്ചു പോകുന്നുള്ളതുകൊണ്ടാണ് മക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ മരണഭയമാണ് നമ്മളെ ഈ ലോകത്തിലേക്ക് ഒട്ടിപ്പിടിപ്പിക്കുന്നത്, നമ്മൾ ഈ ചോക്ലേറ്റ് നുണയാൻ നിർബന്ധിക്കുന്നത്. എന്നാൽ ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ചോക്ലേറ്റുമായിട്ട് നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ കാഴ്ച കണ്ടാൽ ഈ ജീവിതം എതിലെങ്കിലും പൊക്കോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കില്ലേ? അപ്പോൾ ഈ ലോകത്തെ വെറുക്കണമെങ്കിൽ നമ്മുടെ പ്രത്യാശയുടെ ഹുക്ക് എവിടെ വീഴണം? നമ്മുടെ വീടിൻ്റെ കാർ പോർച്ചിൽ പാർക്ക് ചെയ്യുന്ന ഇന്നോവയിൽ വീണാൽ പോരാ. എവിടെ വീഴണം? അത് നിത്യമായ കൂടാരത്തിൽ തിരശീലയ്ക്കപ്പുറത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന്മേൽ പോയി ആ ഹുക്ക് വീണെങ്കിലേ നമ്മുടെ പ്രത്യാശ ഉറപ്പിക്കപ്പെടുകയുള്ളൂ. അത് സംഭവിക്കാത്തത് നമുക്ക് ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് കൊടുക്കാനോ എടുക്കാനോ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഒറ്റ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. 1 മിനിറ്റ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താ ആശിക്കുന്നത്? ഞാൻ 2013 ഒരു ചർച്ചിൽ, ഏജിയുടെ ഒരു ചർച്ചിൽ, അത് ഇവിടെ അല്ല, പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആശ? അതായത് ഇങ്ങനെയാണ് ചോദിച്ചത്, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിങ്ങളുടെ ദേശത്ത് മാനിക്കും, നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കും, നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിക്കും, നിങ്ങളുടെ വാലിലെ തലയാക്കും, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കും, കടഭാരങ്ങൾ മാറ്റും, രോഗങ്ങൾ സൗഖ്യമാക്കും. 100% ഉറപ്പുള്ളവരെന്ന് കൈവക്കാൻ പറഞ്ഞു. എല്ലാവരും കൈവക്കിയേക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവാചകന്മാരൊന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് ഇത് നടക്കും ഉറപ്പിച്ച് എല്ലാവർക്കും ആ വിശ്വാസം ഉണ്ടായിട്ടുണ്ട്. അടുത്തത് 2 മണിക്ക് കർത്താവ് വന്നാൽ ഞാൻ ഉറപ്പായിട്ട് സ്വർഗത്തിൽ പോകുമെന്നുള്ളൊരു കൈവക്കാൻ പറഞ്ഞു. ഒരൊറ്റ മനുഷ്യനില്ലായിരുന്നു, ഒരാൾ. ഞാൻ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ പാസ്റ്റർമാർ 3-4 പേരുണ്ട്, അവരിങ്ങനെ കൈ താത്തി പിടിച്ച് വെച്ചേക്കുമോ. അപ്പം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പെന്നുള്ളത് ഇപ്പം എന്തോ ആയി മാറി? മോഹിക്കുന്നതിൻ്റെ ഉറപ്പെന്നായി. നിങ്ങൾ മോഹിക്കുന്നേ, നിങ്ങൾക്ക് കർത്താവ് തരൂലേ? മോഹിക്ക്. ഈ മോഹത്തെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. 2 നിലയുള്ളൊരു വീട് പണിയാനാണോ 2 മുറിയുള്ളൊരു വീട് പണിയാനാണോ കൂടുതൽ വിശ്വാസം വേണ്ടത്? വിശ്വാസത്തോടെ ഏറ്റെടുത്ത് വിടുതലെടുത്ത് പ്രാർത്ഥിക്കേണ്ടത് 2 മുറിയുള്ള വീട് പണിയാനാണോ 2 നിലയുള്ള വീട് പണിയാനാണോ? 2 നില. അത്യാഗ്രഹം ഏതാ? അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തോ? വിശ്വാസം എന്നതോ മോഹിക്കുന്നതിൻ്റെ ഉറപ്പ്. അടുത്തത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നല്ലേ? നമ്മളത് വേറെ രീതിയിലാക്കിക്കുന്നത്. ഈ റൂമിൽ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞേ, AC ഇല്ല, ഓക്കെ. കാണാത്ത കാര്യം പറഞ്ഞേ, കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്, കാണാൻ പറ്റത്തില്ല. കർത്താവ് ഉണ്ടോ? ഉണ്ട്, കാണത്തില്ല. അപ്പോൾ വിശ്വാസം എന്നത് ഇല്ലാത്ത കാര്യം ഉണ്ടാകുന്നതാണോ കാണാത്ത കാര്യം കാണുന്നതാണോ? ഏതാ? പറ. കാണാത്ത കാര്യമല്ലേ? അപ്പോൾ കർത്താവ് ഉണ്ട്, അവൻ നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്, ക്രൂശിൽ അവൻ എനിക്കായി മരിച്ചിട്ടുണ്ട്, ആ കൂടെ ഞാനും മരിച്ചു അവൻ്റെ കൂടെ സ്വർഗത്തിൽ ഇരിക്കും. ഇതാണല്ലോ പ്രത്യാശ. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ നിശ്ചയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഈ പ്രചരിപ്പിക്കുന്ന വിശ്വാസം എന്താണെന്നറിയോ? മോഹിക്കുന്നതിൻ്റെ ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. എന്നിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് ഈ വിശ്വാസം ചോർന്നു പോയത് നമ്മൾ അറിഞ്ഞതുപോലുമില്ല. നമ്മളിപ്പോഴും ഭയങ്കര വിശ്വാസികളാണ്, പക്ഷെ പ്രത്യാശയുമില്ല, കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് നിശ്ചയവും ഇല്ല. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? മോഹിക്കുന്നതിൻ്റെ ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങളുടെ. ഇത് പ്രചരിപ്പിക്കുന്ന സുവിശേഷകർക്കാണ് മാർക്കറ്റ് ഡിമാൻഡ്, ആളുകൾ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ നമ്മളെ പഠിപ്പിച്ച നിത്യജീവൻ്റെ മൊഴികൾ നമ്മുടെ മക്കൾക്കോ നമുക്കോ അറിയാൻ വയ്യാത്തൊരു ജനറേഷനിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഓർമ്മയ്ക്കും മെഡിറ്റേഷനും വേണ്ടി വിടുന്നു. നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കർത്താവിലേക്ക് മടങ്ങി വരാൻ നമ്മുടെ സഭകൾ കഴിയട്ടെ, നേതൃത്വം കൊടുക്കുന്നവർക്കും അത് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് എന്ന വചനത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് അവിടുന്ന് രക്ഷയ്ക്കായി സ്തോത്രം. ഞങ്ങളെ വീണ്ടെടുക്കുവാൻ ഞങ്ങളുടെ കരുണ തോന്നിയതിനായിട്ട് സ്തോത്രം. കർത്താവെ, ആ കരുണയെ ഞങ്ങൾ ആഘോഷിക്കുന്നു, അങ്ങയുടെ രക്ഷയെ ഞങ്ങൾ കൊണ്ടാടുന്നു. ദൂതന്മാർ ആരാധിക്കുന്ന പോലെ കർത്താവെ, അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ എന്ന് കർത്താവ് ഞങ്ങൾ കൺഫസ് ചെയ്യുന്നു. ഞങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് ഞങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ അങ്ങേക്ക് തിരുവുള്ളമുണ്ടായതിനായി, സ്വർഗത്തിൽ കർത്താവ് പുത്രനോടൊപ്പം ഞങ്ങൾ ഇരുത്തിയതിനായി, പിതാവിൻ്റെ മക്കളെന്ന അവകാശം ഞങ്ങൾക്ക് തന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.